ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്ലാന്റ് ഫാമിലി അനോണേസിയെ. ഏതാണ് അനോണേസിയെ? ആദ്യം ഒന്ന് രണ്ട് പിക്ചേഴ്സൊക്കെ ഒന്ന് കാണിക്കാം. നിങ്ങൾക്ക് അതൊക്കെ ഒന്ന് കണ്ടു കഴിയുമ്പോഴേക്കും ഏകദേശം അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സും ഏതെല്ലാം ക്ലാസിഫിക്കേഷനിൽ ഏതെല്ലാം ടാക്സിൽ ഉൾപ്പെടുന്നതാണ് എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ക്ലാസിഫിക്കേഷനിലേക്ക് തന്നെ പോകാം. ഈ പിക്ചറൊക്കെ കണ്ടിട്ട് മനസ്സിലായിട്ടുണ്ടല്ലോ, ഇത് ഫ്രൂട്ട് ബിയറിംഗ് ആണ്. അതുപോലെ തന്നെ അതിൽ സീഡ്സ് ഉണ്ട്, ട്രീ ആയിട്ടുള്ള ഫോംസ് ഉണ്ട്. അതുപോലെ എന്താണ് അതിൻ്റെ ലീഫിൻ്റെ സ്ട്രക്ചറൊക്കെ ഒന്ന് ഏകദേശം ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ദെൻ ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് അല്ലേ. ഇപ്പോൾ ഫ്രൂട്ട്സ് ഉണ്ട്, അപ്പോൾ എന്താണ് ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ്. അപ്പം ഇത് ഏത് ഡിവിഷനിലാണ് വരുന്നത്? അനോണേസിയെ ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ്. അനോണേസിയെ ഏത് ഡിവിഷനിലാണ്? അനോണേസിയെ ഫെനോറോഗ്യാംസിലാണ് വരുന്നത്. ഏതാണ്? ഫെനോറോഗ്യാംസ്. ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് ഇൻക്ലൂഡഡ് ഇൻ ഡിവിഷൻ ഫെനോറോഗ്യാംസ്. അതുപോലെ തന്നെ ഇത് ഈ ഒരു പ്ലാന്റിൻ്റെ ഫ്രൂട്ട്, അതിൻ്റെ ഉള്ളിലാണ് സീഡ് കാണുന്നത്. അപ്പോൾ സീഡ്സ് ആർ എൻക്ലോസ്ഡ് ഇൻസൈഡ് ദ ഫ്രൂട്ട്സ്. സീഡ്സ് ആർ എൻക്ലോസ്ഡ് ഇൻസൈഡ് ദ ഫ്രൂട്ട്സ്. സോ അതിൻ്റെ സബ് ഡിവിഷൻ ഏതാണ്? ആൻജിയോസ്പേംസ് ആണ് അല്ലേ. സബ് ഡിവിഷൻ ഏതാണ്? ആൻജിയോസ്പേംസ്. അനോണേസിയയുടെ ഡിവിഷൻ ഫെനോറോഗ്യാംസും സബ് ഡിവിഷൻ ആൻജിയോസ്പേംസിലുമാണ് വരുന്നത്. ആൻജിയോസ്പേംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സീഡ്സ് ആർ എൻക്ലോസ്ഡ് ഇൻസൈഡ് ദ ഫ്രൂട്ട്സ്. ഇനി അടുത്തത്, ഈ ഒരു പ്ലാന്റിൻ്റെ അനോണേസിയ ഫാമിലിയിൽ വരുന്ന പ്ലാന്റ്സിനൊക്കെ സീഡ്സ് വിത്ത് 2 കോട്ടിലിഡൻസ്. സീഡ്സ് വിത്ത് 2 കോട്ടിലിഡൻസ് എന്ന് പറഞ്ഞാൽ അത് ഏത് ക്ലാസ്സിലാണ് ഇൻക്ലൂഡഡ് ആയിരിക്കുന്നത്? ഡൈകോട്ടിലിഡൻസ് ക്ലാസ്സിലാണ്. ഡൈകോട്ടിലിഡൻസ് ക്ലാസ്സിലാണ് ഈ അനോണേസിയ ഇൻക്ലൂഡ് ആയിരിക്കുന്നത്. കാരണം എന്താണ്? സീഡ്സ് വിത്ത് 2 കോട്ടിലിഡൻസ്. ഇതിൻ്റെ ലീവ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് റെറ്റിക്കുലേറ്റ് വേരിയേഷൻ ആണ് കേട്ടോ. ലീവ്സിൻ്റെ പ്രത്യേകത എന്താണ്? റെറ്റിക്കുലേറ്റ് വേരിയേഷൻ ആണ്. അപ്പോൾ ഒന്നും കൂടെ, ഡിവിഷൻ ഏതാണ്? ഫെനോറോഗ്യാംസ് ആണ്, ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ്. പിന്നെ അടുത്ത ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ എന്താണ്? സീഡ്സ് ആർ എൻക്ലോസ്ഡ് ഇൻസൈഡ് ദ ഫ്രൂട്ട്. അതുകൊണ്ട് സബ് ഡിവിഷൻ ഏതാണ്? ആൻജിയോസ്പേംസ് ആണ്. പിന്നെ എന്താണ്? സീഡ്സ് വിത്ത് 2 കോട്ടിലിഡൻസ്. അതുകൊണ്ട് എന്താണ്? ക്ലാസ് ഡൈകോട്ടിലിഡൻസ് ആണ്. ദെൻ പെറ്റൽസ് ഫ്രീ ആയിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ സബ് ക്ലാസ് ഏതായിരിക്കും? പോളിപെറ്റാലയാണ്. ഇപ്പോൾ ഈ ടേംസൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. പോളിപെറ്റാല എന്ന് പറഞ്ഞാൽ എന്താണ്? പെറ്റൽസ് ആർ ഫ്രീ. പെറ്റൽസ് ആർ ഫ്രീ. പെറ്റൽസ് ആർ ഫ്രീ. പോളിപെറ്റാലെ. പെറ്റൽസ് ആർ ഫ്രീ. പോളിപെറ്റാലെ. അപ്പോൾ ഒന്നും കൂടെ, ഡിവിഷൻ ഫെനോറോഗ്യാംസ്, ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ്. അതുപോലെ സീഡ്സ് ആർ എൻക്ലോസ്ഡ് ഇൻസൈഡ് ദ ഫ്രൂട്ട്, സബ് ഡിവിഷൻ ആൻജിയോസ്പേംസ് ആണ്. സീഡ്സ് വിത്ത് 2 കോട്ടിലിഡൻസ്, ഡൈകോട്ടിലിഡൻസ് ക്ലാസ്സിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ പെറ്റൽസ് ആർ ഫ്രീ എന്ന് പറഞ്ഞാൽ എന്താണ്? പോളിപെറ്റാലയാണ്. സബ് ക്ലാസ് പോളിപെറ്റാലയാണ്. ഇനി അടുത്ത എന്താണ്? തലാമസ് പ്രൊമിനൻ്റ് ആണ് ഇവയ്ക്ക്. തലാമസ് പ്രൊമിനൻ്റ് ആണ്. ഓൾ ദി ഫ്ലോറൽ വേൾഡ്സ് ആർ അറേഞ്ച്ഡ് ടു ദ തലാമസ്. തലാമസിലേക്കാണ് എല്ലാ ഫ്ലോറൽ വേൾഡ്സും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇതിനെ എന്താണ്? ഇത് ഏത് സീരീസിൽ വരുന്നതാണ്? തലാമി ഫ്ലോറെ എന്ന് പറയുന്ന സീരീസിലാണ് അനോണേസിയ വരുന്നത്. അനോണേസിയുടെ സീരീസ് ഏതാണ്? തലാമി ഫ്ലോറെ. കാരണം എന്താണ്? തലാമസ് പ്രൊമിനൻ്റ് ആയിട്ട് കാണുന്നുണ്ട്. ഫ്ലോറൽ വേൾഡ്സ് എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്, അറ്റാച്ച് ചെയ്തിരിക്കുന്നത് തലാമസിൻ്റെ ചുറ്റിനുമാണ്. അപ്പോൾ ഓൾ ദ ഫ്ലോറൽ വേർഡ്സ് ആർ അറ്റാച്ച്ഡ് ടു ദ തലാമസ്. എല്ലാ ഫ്ലോറൽ വേർഡ്സും തലാമസുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത് ഇൻക്ലൂഡഡ് ആയിരിക്കുന്ന സീരീസ് ഏതാണ്? തലാമി ഫ്ലോറെ. തലാമസ് പ്രൊമിനൻ്റ് ആണ്. ഓൾ ദ ഫ്ലോറൽ വേർഡ്സ് ആർ അറ്റാച്ച്ഡ് ടു ദ തലാമസ്. സോ സീരീസ് ഏതാണ്? തലാമി ഫ്ലോറെ. അപ്പോൾ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ് ഡിവിഷൻ ഫെനോറോഗ്യാംസ്. സീഡ്സ് ആർ എൻക്ലോസ്ഡ് ഇൻസൈഡ് ദ ഫ്രൂട്ട്സ്. സോ സബ് ഡിവിഷൻ ആൻജിയോസ്പേംസ്. സീഡ്സ് വിത്ത് 2 കോട്ടിലിഡൻസ്. സോ ക്ലാസ് ഡൈകോട്ടിലിഡൻസ്. പെറ്റൽസ് ആർ ഫ്രീ. അതുകൊണ്ട് എന്താണ്? സബ് ക്ലാസ് പോളിപെറ്റാലെ. തലാമസ് പ്രൊമിനൻ്റ് ആണ്. സോ തലാമി. അടുത്ത ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ എന്താണ്? സ്റ്റേമൻസും കാർപ്പൽസും. സ്റ്റേമൻസും കാർപ്പൽസൊക്കെ മെനിയാണ്. ഈ ഫ്ലവർ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ ഇവിടെ സ്റ്റേമൻസും കാർപ്പൽസൊക്കെ എങ്ങനെയാണ്? അവയുടെ എണ്ണം എന്ന് പറയുന്നത് മെനിയാണ്. അതുപോലെ തന്നെ അവയ്ക്ക് ഫ്രീ ആയിട്ടാണ് കാണപ്പെടുന്നത്. സ്റ്റേമൻസ് ആൻഡ് കാർപ്പൽസ് മെനി ആൻഡ് ഫ്രീ. So they are included in the order Ranales. Stamens and carpels are many and free. Order Ranales. Stamens and carpels are many and free. So they are included in the order Ranales.
നെക്സ്റ്റ് അനോണേസിയ ഫാമിലിയിലേക്ക് തന്നെ നമ്മൾ വരുവാണ്. അപ്പം അനോണേസിയ ഫാമിലിക്ക് തന്നെയുള്ള ആ ഒരു ഫാമിലിക്ക് മാത്രമുള്ള ചില ഫീച്ചേഴ്സ് ഉണ്ട്. അതെന്തൊക്കെയാണ്? നിങ്ങൾ ഈ ലീവ്സൊക്കെ ഒന്ന് നോക്കി, സിമ്പിളായിട്ടുള്ള ലീവ്സാണ് അല്ലേ? ലീവ്സ് എങ്ങനെയുള്ളതാണ്? സിമ്പിൾ ലീവ്സ് ആണ്. അതുപോലെ തന്നെ എക്സ്റ്റിപ്പുലേറ്റ് ആണ്. സിമ്പിൾ ലീവ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലീഫ് വിത്ത് എ സിംഗിൾ ലാമിന ഓർ ലീഫ് ബ്ലേഡ് ദാറ്റ് ഈസ് അറ്റാച്ച്ഡ് ടു എ സ്റ്റെം ബൈ പീറ്റിയോൾ. അപ്പോൾ പീറ്റിയോൾ യൂസ് ചെയ്തുകൊണ്ട്, അപ്പോൾ ലീഫിൻ്റെ ആ ഒരു താഴെയുള്ള തണ്ട് പോലെ ഇരിക്കുന്ന ഭാഗമാണ് പീറ്റിയോൾ. അപ്പോൾ പീറ്റിയോൾ യൂസ് ചെയ്തിട്ടാണ് ഇത് അതിൻ്റെ സ്റ്റെമ്മിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ലീഫ് വിത്ത് എ സിംഗിൾ ലാമിന, അതിൻ്റെ നടുക്കൂടെയുള്ള ആ ഒരു ലീഫ് ബ്ലേഡ് ഉണ്ടല്ലോ, അതിനെയാണ് ലീഫ് ലാമിന എന്ന് പറയുന്നത്. ലീഫ് വിത്ത് എ സിംഗിൾ ലാമിന ഓർ ലീഫ് ബ്ലേഡ് ദാറ്റ് ഈസ് അറ്റാച്ച്ഡ് ടു എ സ്റ്റെം ബൈ പീറ്റിയോൾ. അതുകൊണ്ടാണ് സിമ്പിളാണ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എക്സ്റ്റിപ്പുലേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലീവ്സ് ദാറ്റ് ഡു നോട്ട് ഹാവ് സ്റ്റിപ്യൂൾസ്. സ്റ്റിപ്യൂൾസ് ഇല്ലാത്ത ലീവ്സിനെയാണ് എക്സ്റ്റിപ്പുലേറ്റ് എന്ന് പറയുന്നത്. സ്റ്റിപ്യൂൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ആർ ഔട്ട് ഗ്രോത്ത്സ് ദാറ്റ് ആർ യൂഷ്വലി ഫൗണ്ട് ഓൺ ബോത്ത് സൈഡ്സ് ഓഫ് ദ ബേസ് ഓഫ് ലീഫ് സ്റ്റാക്ക് ഓർ പീറ്റിയോൾ. അപ്പോൾ പീറ്റിയോളിൻ്റെയോ ലീഫ് സ്റ്റാക്കിൻ്റെയൊക്കെ ബേസിൽ നിന്നും രണ്ട് സൈഡിലേക്കുമായിട്ട് കാണപ്പെടുന്ന ഔട്ട് ഗ്രോത്തിനെയാണ് എന്ത് പറയുന്നത്? സ്റ്റിപ്യൂൾസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇല്ല എന്നാണ് പറയുന്നത്. എക്സ്റ്റിപ്പുലേറ്റ്സ് ആണ്, സിമ്പിളാണ്. ഫ്ലവേഴ്സ് ട്രൈമീറസ് ആണ്. അതുപോലെ സ്റ്റേമൻസ്, ഫ്ലവേഴ്സ് ട്രൈമീറസ് സ്റ്റേമൻസ് ആൻഡ് കാർപ്പൽസ് മെനി ആൻഡ് ഫ്രീ. കാർപ്പൽസ് മെനി ആണ്, ഫ്രീ ആണെന്നൊക്കെ നമ്മൾ പറയും. ഇതെല്ലാം അനോണേസിയയ്ക്ക് മാത്രമുള്ള കുറച്ച് പെക്യുലർ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആണ്. അപ്പോൾ എന്തൊക്കെയാണ്? സിമ്പിൾ, എക്സ്റ്റിപ്പുലേറ്റ് ലീവ്സ്, ഫ്ലവേഴ്സ് വിത്ത് ട്രൈമീറസ് സ്റ്റേമൻസ്, കാർപ്പൽസ് മെനി ആൻഡ് ഫ്രീ. അപ്പോൾ ദിസ് ടൈപ്പ് ഓഫ് characteristic features are included in the family Annonaceae. അപ്പോൾ ഒന്നുകൂടെ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആയതുകൊണ്ട് ഡിവിഷൻ ഏതാണ്? ഫെനറോഗ്യാംസിലാണ് വരുന്നത്. ഇത് ഏത് സബ് ഡിവിഷനിലാണ് വരുന്നത്? ആൻജിയോസ്പേംസ് ആണ്. സീഡ്സ് ആർ എൻക്ലോസ്ഡ് ഇൻസൈഡ് ദ ഫ്രൂട്ട്സ്, സോ they are angiosperms included in subdivision angiosperms. Then class ഏതാണ്? ഡൈക്കോട്ടിലിഡൻസ് ആണ്. കാരണം എന്താണ്? സീഡ്സ് വിത്ത് 2 കോട്ടിലിഡൻസ്. ഇതിൻ്റെ ലീവ്സിൻ്റെ പ്രത്യേകത റെറ്റിക്കുലേറ്റ് വിനീഷനോട് കൂടിയുള്ളതാണ്. ദെൻ പോളിപെറ്റാലസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സബ് ക്ലാസ് ആണ് പോളിപെറ്റാലസ്. പെറ്റൽസ് ഫ്രീ ആണ്. ദെൻ തലാമസ് പ്രൊമിനൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇതെന്താണ്? തലാമി ഫ്ലോറെ എന്ന ഒരു സീരീസിലാണ് വരുന്നത്. ഇനി ഓർഡർ റണേൽസ് ആണ്. ഇവിടെ സ്റ്റേമൻസും കാർപ്പൽസും മെനി ആൻഡ് ഫ്രീ. ദെൻ അനോണേസിയയ്ക്ക് മാത്രമുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? സിമ്പിളാണ്, എക്സ്റ്റിപ്പുലേറ്റ് ലീവ്സ് ആണ്, ഫ്ലവർ ട്രൈമീറസ് ആണ്, ട്രൈമീറസ് ആയിട്ടുള്ള സ്റ്റേമൻസ്, കാർപ്പൽസ് മെനി ആൻഡ് ഫ്രീ. അപ്പോൾ ഇത് ഏത് ഫാമിലിയാണ്? അനോണേസിയ ഫാമിലിയാണ്. ജനറൽ ക്യാരക്ടേഴ്സ്. മെയിനായിട്ടും ഈ ഒരു അനോണേസിയ ഫാമിലി എന്ന് പറഞ്ഞൊരു വലിയ ഫാമിലിയാണ്. അതിൽ ജനറയുടെ എണ്ണം തന്നെ ഒരു 130 ജനറ ഉണ്ട്. സ്പീഷ്യസിൻ്റെ എണ്ണം എത്രയാണ്? 2300 സ്പീഷ്യസും ഈ ഒരു അനോണേസിയ ഫാമിലിയിൽ കാണപ്പെടുന്നുണ്ട്. 2300 സ്പീഷ്യസും 130 ജനറയുമുള്ള ഒരു വലിയ ഫാമിലിയാണ് അനോണേസിയ എന്ന് പറയുന്നത്. ഇത് ലോകമെമ്പാടും ട്രോപ്പിക്കൽ പാർട്സിലാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇന്ത്യയിൽ അനോണേസിയ ഫാമിലിയിൽപ്പെട്ട 25 ജനറയും 200 സ്പീഷീസും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഫ്രം ഇന്ത്യ മോർ ദാൻ 25 genera and 200 species have been reported. This is large family of 130 genera and 2300 species distributed in tropical parts of world. അടുത്തത് വെജിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അനോണേസിയ ഫാമിലി. വെജിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അനോണേസിയ ഫാമിലി അതിൽ ഡിസ്കസ് ചെയ്യുന്നത് ജനറൽ ഹാബിറ്റ്, റൂട്ട്, സ്റ്റെം, ലീവ്സ്, ഇൻഫ്ലോറസെൻസ്. റൂട്ട്, സ്റ്റെം, ലീവ്സ്, ഇൻഫ്ലോറസെൻസ് along with general habit. ഫസ്റ്റ് വൺ ജനറൽ ഹാബിറ്റിൽ ആ ഒരു പ്ലാന്റിൻ്റെ മുഴുവനായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ആ ഒരു അപ്പിയറൻസ് എങ്ങനെയാണെന്ന് നോക്കാം. യൂഷ്വലി അരോമാറ്റിക് ട്രീസ് ആകാം, ഷബ്സ് ആകാം, റിയർലി ലിയാന ലൈക്ക് പ്ലാന്റ്സ് ആകാം. എങ്ങനെയാണ് അരോമാറ്റിക് ട്രീസ് ആകാം എന്ന് പറഞ്ഞാൽ എന്താണ്? ഓർഡർ പ്രൊഡ്യൂസിങ് ആയിട്ടുള്ള ട്രീസ് ആകാം, സ്മെൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഷബ്സ് ആകാം. റിയർലി ലിയാന ലൈക്ക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വുഡി ക്ലൈംബേഴ്സ് ആണ്. ലിയാന ലൈക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വുഡി ക്ലൈംബേഴ്സ് ആണ്. അർട്ടാബോട്രിക്സ് എന്ന് പറയുന്ന പ്ലാന്റിന്
ഒരു പ്രത്യേകതയുണ്ട്, അത് ഹുക്ക് ക്ലൈംബറാണ്. അട്ടാബോട്രിക്സ് എന്ന് പറയുന്നത് ഹുക്ക് ക്ലൈംബറാണ്. പിക്ചറിനകത്ത് കാണുന്നുണ്ടല്ലോ. ഇനി ഈ ഒരു അനോണേസിയ ഫാമിലിയുടെ വരുന്ന പ്ലാന്റ്സിൻ്റെ ബാർക്ക്, ലീവ്സ്, ഫ്ലോറൽ പാർട്സ് എല്ലാം തന്നെ ഓയിൽ ഡക്റ്റ് ക്യാരി ചെയ്യുന്നവയാണ്. ബാർക്ക്, ലീവ്സ്, ഫ്ലോറൽ പാർട്സിലെല്ലാം ഓയിൽ ഡക്റ്റ് കാണപ്പെടുന്നുണ്ട്. ഇനി റൂട്ടിൻ്റെ പ്രത്യേകത എന്താണ്? ഈ പിക്ചർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് ഏത് തരം റൂട്ടാണ്. യെസ്, ബ്രാഞ്ച്ഡ് ആയിട്ടുള്ള ടാപ്പ് റൂട്ട്സ് ആണ്. അപ്പോൾ എക്സ്റ്റെൻസീവ്ലി ബ്രാഞ്ച്ഡ് ആയിട്ടുള്ള ടാപ്പ് റൂട്ടാണ് അനോണേസിയ ഫാമിലിയുടെ റൂട്ടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അനോണേസിയ ഫാമിലിയുടെ റൂട്ടിൻ്റെ പ്രത്യേകത എന്താണ്? ബ്രാഞ്ച്ഡ് ആയിട്ടുള്ള ടാപ്പ് റൂട്ടാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞത് എന്താണ്? ഈ ജനറൽ ഹാബിറ്റിൽ നമ്മൾ പറഞ്ഞത് ഈ തരത്തിലുള്ള അനോണേസിയ ഫാമിലിയിൽ വരുന്ന പ്ലാന്റ്സിന് അവർ ഓർഡർ പ്രൊഡ്യൂസ് ചെയ്യുന്ന അരോമാറ്റിക് ട്രീസ് ആകാം, ഷബ്സ് ആകാം, റെയർലി വുഡി ക്ലൈംബേഴ്സ് ആകാം. അട്ടാബോട്രിക്സ് എന്ന് പറയുന്ന ആ ഒരു പ്ലാന്റ് ഹുക്ക് ക്ലൈംബറാണ്. അതുപോലെ തന്നെ ഈ അനോണേസിയ ഫാമിലിയിൽ വരുന്ന പ്ലാന്റിൻ്റെ ബാർക്ക്, ലീവ്സ്, ഫ്ലോറൽ പാർട്സ് എല്ലാം ഓയിൽ ഡക്ട്സ് കാണപ്പെടുന്നവയാണ്. ഇനി ഇതിൻ്റെ റൂട്ടിൻ്റെ പ്രത്യേകത ബ്രാഞ്ച്ഡ് ആണ്. ടാപ്പ് റൂട്ട് സിസ്റ്റം കാണപ്പെടുന്നു. ഇനി സ്റ്റെം എങ്ങനെയാണ്? സ്റ്റെം ഏരിയൽ, ഇറക്റ്റ്, റെയർലി ക്ലൈംബിംഗ്, വുഡി, ബ്രാഞ്ച്, ഹാർഡ്, സോളിഡ്, സിലിണ്ട്രിക്കൽ. ഞാൻ ഈ പറഞ്ഞ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് എന്തെങ്കിലും ഈ പിക്ചറിനകത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്? ഇവിടെ ഒരു ട്രീയുടെ പിക്ചറാണ് തന്നിരിക്കുന്നത്. അനോണേസിയ ഫാമിലിയിൽ വരുന്ന ഒരു ട്രീയുടെ പിക്ചറാണ് തന്നിരിക്കുന്നത്. അതിൽ നിന്ന് തന്നെ എന്ത് മനസ്സിലാക്കാം? ഇത് അതിൻ്റെ സ്റ്റെമ്മിന് സിലിണ്ട്രിക്കൽ സ്ട്രക്ചറാണ്, സോളിഡാണ്, ഹാർഡാണ്, അതുപോലെ വുഡിയാണ്. ഇവയ്ക്ക് ബ്രാഞ്ചസ് ഉണ്ടല്ലേ, അപ്പം ബ്രാഞ്ച്ഡുമാണ്. ഇപ്പോൾ ഒരൊറ്റ പിക്ചറിൽ നിന്ന് തന്നെ സ്റ്റെമ്മിൻ്റെ ഏകദേശ ഫീച്ചേഴ്സ് മനസ്സിലായല്ലോ. ഇനി ഇത് ഇറക്റ്റാണ് അല്ലേ, ഇറക്റ്റാണ്. വളരെ റെയറായിട്ട് ക്ലൈംബിംഗ് ആയിട്ടുള്ള പ്ലാന്റ്സും കാണപ്പെടുന്നുണ്ട്. ക്ലൈംബിംഗ് ആയിട്ടുള്ള സ്റ്റെം പോർഷനോട് കൂടിയ പ്ലാന്റ്സും കാണപ്പെടുന്നുണ്ട്. ഇനി സ്റ്റെം പോർഷൻ ഏരിയലാണ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? എ സ്റ്റെം ദാറ്റ് ഗ്രോസ് എബോവ് ദ ഗ്രൗണ്ട്. എ സ്റ്റെം ദാറ്റ് ഗ്രോസ് എബോവ് ദ ഗ്രൗണ്ട്. അത് എയ്തർ വെർട്ടിക്കലി ഓർ ഹൊറിസോണ്ടലി. അപ്പോൾ അത്തരത്തിലുള്ള സ്റ്റെമ്മിനെയാണ് ഏരിയൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്റ്റെമ്മിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഏരിയൽ. ബാക്കിയുള്ളതൊക്കെ നമുക്ക് കണ്ണടച്ച് പറയാൻ സാധിക്കും. സിലിണ്ട്രിക്കൽ ആവാം, സോളിഡ്, ഹാർഡ്, ബ്രാഞ്ച്ഡ്, വുഡി ആൻഡ് ഇറക്റ്റ്, റെയർലി ക്ലൈംബിംഗ് ആകാം. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത് ലീവ്സിനെ കുറിച്ചാണ്. ലീവ്സിൻ്റെ പ്രത്യേകത എന്താണ്? സിമ്പിളാണ്. ഓൾട്ടർനേറ്റ്, എക്സ്റ്റിപ്പുലേറ്റ്, petiolate, apex acute, obtuse or even mucronate, ovate, obovate or lanceolate, coriaceous, glabrous, unicostate, reticulate, glandoted and aromatic. അപ്പം നിങ്ങൾക്ക് ഇതെല്ലാം കൂടെ ഒന്നിച്ച് കേൾക്കുമ്പം സുവോളജിയൊക്കെ പഠിച്ച കുട്ടികളാകുമ്പം മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് വരും. എല്ലാ വാക്കുകളുടെയും അർത്ഥം നമുക്ക് പറഞ്ഞു പോകാം. ലീവ്സ് സിമ്പിളാണ് എന്ന് പറഞ്ഞാൽ എന്താണ്? Leaf with a single lamina or leaf blade that is attached to a stem by petiole. A leaf with a single lamina or leaf blade that is attached to a stem by petiole. petiole യൂസ് ചെയ്തുകൊണ്ട് സ്റ്റെമ്മിലേക്ക് ലീഫ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ലീഫ്, അതിനോട് ഒപ്പം തന്നെ ഒരു സിംഗിൾ ലാമിന അല്ലെങ്കിൽ ലീഫ് ബ്ലേഡാണ് ലീഫിൽ കാണപ്പെടുന്നത് എങ്കിൽ വളരെ സിമ്പിളായിട്ടുള്ള സിംഗിൾ ലാമിനയും ലീഫ് ബ്ലേഡും കാണപ്പെടുന്നു. അത്തരത്തിലുള്ള ലീഫ് പീറ്റിയോളിനെ ഉപയോഗിച്ചുകൊണ്ടാണ് സ്റ്റെമ്മിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്നതെങ്കിൽ അതിനെ സിമ്പിൾ ലീവ്സ് എന്നാണ് പറയുന്നത്. ഇനി ഓൾട്ടർനേറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ലീവ്സ് ദാറ്റ് ആർ അറ്റാച്ച്ഡ് ടു എ പ്ലാന്റ് സ്റ്റെം ഇൻ എ സിംഗിൾ യൂണിറ്റ് ആറ്റ് ഈച്ച് നോഡ്. ഓരോ നോഡിലും ഒരൊറ്റ യൂണിറ്റ് ആയിട്ടാണ് പ്ലാന്റിൻ്റെ സ്റ്റെമ്മിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്നതെങ്കിൽ അത്തരം ലീവ്സിനെ ഓൾട്ടർനേറ്റ് എന്ന് പറയും. അപ്പോൾ ഇത് കൂടാതെ തന്നെ നമുക്ക് പറയാനുള്ള ഓൾട്ടർനേറ്റ് എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം അറിയാമല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും ആ ലീവ്സ് ആ സ്റ്റെമ്മിലേക്ക് അറേഞ്ച് ചെയ്തിരിക്കുന്ന സിംഗിൾ യൂണിറ്റ് ആയിട്ടാണ്. അതോടൊപ്പം തന്നെ അതിൻ്റെ അറേഞ്ച്മെൻറ്റ്, സ്റ്റെമ്മിലുള്ള അതിൻ്റെ അറേഞ്ച്മെൻറ്റ് അസെൻഡിങ് ഓർഡറിലാകാം, അതുപോലെ തന്നെ ഓൾട്ടർനേറ്റിംഗ് ആകാം. അസെൻഡിങ് ഓർഡറിലാകാം, ഓൾട്ടർനേറ്റിംഗ് ആകാം, അസെൻഡിങ് ഓർഡറിലാകാം, ഓൾട്ടർനേറ്റിംഗ് ആകാം. അതുകൊണ്ട് തന്നെ ലീവ്സ് എങ്ങനെയുള്ളതാണെന്നാണ് പറയുന്നത്? ഓൾട്ടർനേറ്റും ആകാം. ഇനി എക്സ്റ്റിപ്പുലേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റിപ്യൂൾസ് ആബ്സെൻ്റ് ആയിരിക്കുന്നവയാണ് എക്സ്റ്റിപ്പുലേറ്റ് എന്ന് പറയുന്നത്. ലീവ്സ് ദാറ്റ് ഡു നോട്ട് ഹാവ് സ്റ്റിപ്യൂൾസ്. സ്റ്റിപ്യൂൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്?
Stipules are outgrowths that are usually found on both sides of the base of a leaf stack or petiole. petiole അല്ലെങ്കിൽ ലീഫ് സ്റ്റാക്കിൻ്റെ ബേസിൽ നിന്നും കാണപ്പെടുന്ന സ്മോൾ ഔട്ട്ഗ്രോത്ത്സിനെയാണ് സ്റ്റിപ്യൂൾസ് എന്ന് പറയുന്നത്. അത് ആബ്സെൻ്റ് ആണ് എങ്കിൽ അത്തരത്തിലുള്ള ലീവ്സിനെ എന്ത് പറയും? എക്സ്റ്റിപ്പുലേറ്റ് എന്ന് പറയും. ലീവ്സ് ദാറ്റ് ഡു നോട്ട് ഹാവ് സ്റ്റിപ്യൂൾസ്. നെക്സ്റ്റ് petiolate. എന്താണ് petiolate? എ ലീഫ് ദാറ്റ് അറ്റാച്ച് ടു എ പ്ലാന്റ് സ്റ്റെം ബൈ എ സ്റ്റാക്ക് കോൾഡ് petiolate. petiolate. നെക്സ്റ്റ് എപ്പെക്സ് അക്യൂട്ട്. എന്താണ് എപ്പെക്സ് അക്യൂട്ട് എന്ന് പറഞ്ഞാൽ? എ ലീഫ് വിത്ത് എ ടിപ്പ് ദാറ്റ് എൻഡ്സ് ഇൻ എ ഷോർട്ട് ഷാർപ്പ് പോയിൻ്റ്. ലീഫിൻ്റെ എൻഡ് ഷോർട്ട് ആയിട്ട് ഷാർപ്പ് പോയിൻറ്റോട് കൂടിയതാണ് എങ്കിൽ അതിനെ എപ്പെക്സ് അക്യൂട്ട് എന്ന് പറയും. ഒബ്റ്റ്യൂസ് എന്ന് പറഞ്ഞാൽ എ സിമ്പിൾ ലീഫ് വിത്ത് എ ബ്ലണ്ട് ഓർ റൗണ്ടഡ് ടിപ്പ്. സിമ്പിൾ ലീഫ് വിത്ത് എ ബ്ലണ്ട് ഓർ റൗണ്ടഡ് ടിപ്പ്, അങ്ങനെയുള്ള ലീവ്സിന് പറയുന്ന പേരാണ് ഒബ്റ്റ്യൂസ് എന്ന്. ഓർ ഈവൻ മ്യൂക്രോണൈറ്റ്. എന്താണ് മ്യൂക്രോണൈറ്റ് എന്ന് പറഞ്ഞാൽ? ലീവ്സ് വിത്ത് എ ഷോർട്ട് ഷാർപ്പ് പോയിൻറ്റ്. ലീവ്സിന് വളരെ ഷോർട്ടായിട്ടുള്ള ഷാർപ്പ് പോയിൻറ്റ്സ് അറ്റ് ദ എൻഡ് ഓഫ് ദ മിഡ് വെയിൻ. മിഡ് വെയിൻ്റെ എൻഡ് റീജിയനിലാണ് കാണപ്പെടുന്നത് എങ്കിൽ അതിനെ മ്യൂക്രോണൈറ്റ് എന്ന് പറയുന്നു. ലീവ്സ് വിത്ത് എ ഷോർട്ട് ഷാർപ്പ് പോയിൻറ്റ് അറ്റ് ദ എൻഡ് ഓഫ് ദ മിഡ് വെയിൻ. മിഡ് വെയിൻ്റെ എൻഡിലായിട്ട് ഷോർട്ട് ഷാർപ്പ് പോയിൻ്റ് കാണപ്പെടുന്ന ലീവ്സിനെയാണ് മ്യൂക്രോണൈറ്റ് എന്ന് പറയുന്നത്. ഒവേറ്റ് എന്ന് പറഞ്ഞാൽ ഓവൽ ഷേപ്പ്, അറിയാലോ. ഒബോവേറ്റ് എന്ന് പറഞ്ഞാൽ എഗ് ഷേപ്ഡ് ലീവ്സ് വിത്ത് എ നാരോവർ എൻഡ് അറ്റ് ദ ബേസ്. എഗ് ഷേപ്ഡ് ലീവ്സ് വിത്ത് എ നാരോവർ എൻഡ് അറ്റ് ദ ബേസ്. ലാൻസിയോളേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ലാൻസിയോളേറ്റ്? ലാൻസിയോളേറ്റ് എന്ന് പറഞ്ഞാൽ leaves that are shaped like a lance head with a tapering point at the end. Lanceolate means leaves that are shaped like a lance head with a tapering point at the end. Coriaceous എന്ന് പറഞ്ഞാൽ leaves that have a leathery texture or appearance. Coriaceous means leaves that have a leathery texture or appearance. Glabrous എന്ന് പറഞ്ഞാൽ എന്താണ്? Glabrous, a leaf that is smooth or glossy and has no hair or hair-like structures. അങ്ങനെയുള്ള ലീവ്സിനെയാണ് ഗ്ലാബ്രസ് എന്ന് പറയുന്നത്. It means a leaf that is smooth or glossy, has no hair or hair-like structures, so called glabrous. ഇനി യൂണിക്കോസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? യൂണിക്കോസ്റ്റേറ്റ് മീൻസ് ഹാവ് എ സിംഗിൾ പ്രൈമറി വെയിൻ ഓർ മിഡ്രിപ്പ്. മിഡ്രിപ്പിൻ്റെ എണ്ണം ഒന്നേ ഉണ്ടായിരിക്കുള്ളൂ, അല്ലേ? എ സിംഗിൾ പ്രൈമറി വെയിൻ ഓർ മിഡ്രിപ്പ്, അങ്ങനെയുള്ള ലീവ്സാണ് യൂണിക്കോസ്റ്റേറ്റ്. റെറ്റിക്കുലേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, പരിചയമുള്ളതാണ്, ഒരു ക്യാരക്ടറാണ്, അല്ലേ? റെറ്റിക്കുലേറ്റ് ലീവ്സ് വിത്ത് എ നെറ്റ് ലൈക്ക് പാറ്റേൺ ഓഫ് വെയിൻസ്. ലീവ്സ് വിത്ത് എ നെറ്റ് ലൈക്ക് പാറ്റേൺ ഓഫ് വെയിൻസ്. ദെൻ ഗ്ലാൻഡോട്ടഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലീവ്സ് വിത്ത് ഗ്ലാൻഡ്സ് ഓർ ഡോട്ട്സ് ആൻഡ് ആർ കോൾഡ് ഗ്ലാൻഡുലാർ. ഗ്ലാൻഡുലാർ പങ്ക്ച്വേറ്റ് ലീവ്സ്. ഗ്ലാൻഡോട്ടഡ് എന്ന് പറഞ്ഞാൽ അരോമാറ്റിക് സ്മെല്ല് ഓർഡറൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണെന്ന് നമ്മൾ പഠിച്ചു. അങ്ങനെയാകുമ്പോൾ അവിടെ ഗ്ലാൻഡ്സ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഗ്ലാൻഡോട്ടഡ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറും ലീവ്സിന് ഉൾപ്പെടുന്നുണ്ട്. ഇനി ഒന്നുകൂടെ ലീവ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സാണ് സിമ്പിൾ, ഓൾട്ടർനേറ്റ്, എക്സ്റ്റുപ്പുലേറ്റ്, petiolate, apex acute, obtuse or even mucronate, ovate, obovate or lanceolate, coriaceous, glabrous, unicostate, reticulate, glandoted and aromatic. അടുത്തത് ഇൻഫ്ലോറസൻസ്. എന്താണ് ഇൻഫ്ലോറസൻസ്? A group or cluster of flowers arranged on a stem that is composed of a main branch or a system of branches. ഇൻഫ്ലോറസൻസ് എന്ന് പറഞ്ഞാൽ സ്റ്റെമ്മിലേക്ക് ഒരു കൂട്ടം ഫ്ലവേഴ്സിനെ, ക്ലസ്റ്റർ ഓഫ് ഫ്ലവേഴ്സിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നു. അത് കമ്പോസ് ചെയ്തിരിക്കുന്നത്, ആ ഒരു ഇൻഫ്ലോറസൻസ് കമ്പോസ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? മെയിൻ ബ്രാഞ്ചിലേക്കോ അല്ലെങ്കിൽ ഒരു സിസ്റ്റം ഓഫ് ബ്രാഞ്ചിലേക്കോ ആയിരിക്കും ഈ ഓരോ ഫ്ലവേഴ്സിനെയും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഒരു മെയിൻ ബ്രാഞ്ചിലേക്ക് ഫ്ലവേഴ്സിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നുണ്ടാവും. അല്ലാത്ത പക്ഷം ഒന്നിൽ കൂടുതൽ ബ്രാഞ്ചസിലേക്ക് ഫ്ലവേഴ്സിനെ അറേഞ്ച് ചെയ്ത് വെക്കുന്ന ആ ഒരു ക്ലസ്റ്റർ ഓഫ് ഫ്ലവേഴ്സ്
ഫ്ലവേഴ്സ് സ്റ്റെമ്മിലേക്ക് അറേഞ്ച് ചെയ്യുന്ന ആ ഒരു സ്ട്രക്ചറിനാണ് ഇൻഫ്ലോറസെൻസ് എന്ന് പറയുന്നത്. ഇൻഫ്ലോറസെൻസ് സോളിറ്ററി ആകാം, ആക്സിലറി ആകാം, ഓർ ടെർമിനൽ, ലീഫ് ഒപ്പോസിറ്റ്, സംടൈംസ് കോളിഫ്ലോറസ്. കോളിഫ്ലോറസ് ആരും അധികം കേട്ടിട്ടുണ്ടാവില്ല. സോളിറ്ററി, ആക്സിലറി, ടെർമിനലി, ലീഫ് ഒപ്പോസിറ്റ് ഒക്കെ കേട്ടിട്ടുണ്ടാവും. ഇൻഫ്ലോറസെൻസ് അനോണേസിയ ഫാമിലിയിൽ മെയിനായിട്ടും സോളിറ്ററി ആകാം, ആക്സിലറി ആകാം, ടെർമിനൽ ആകാം. സോളിറ്ററി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഫ്ലോറസെൻസ് വിത്ത് എ സിംഗിൾ ഫ്ലവർ. ഒരു ഇൻഫ്ലോറസെൻസിന് കാണപ്പെടുന്നത് ഒരൊറ്റ ഫ്ലവറേ ഉള്ളൂ എങ്കിൽ അത് സോളിറ്ററി ആണ് എന്ന് പറയാം. ആക്സിലറി എന്ന് പറഞ്ഞാൽ എന്താണ്? എ ഗ്രൂപ്പ് ഓഫ് ഫ്ലവേഴ്സ് ദാറ്റ് ഡെവലപ്സ് ഇൻ ദ ആക്സിൽ ഓഫ് എ ലീഫ് ഓൺ എ പ്ലാന്റ്. ഒരു പ്ലാന്റിൻ്റെ ലീഫിൻ്റെ ആക്സിലാണ് ഫ്ലവർ ഒരു ഗ്രൂപ്പായിട്ട് കാണപ്പെടുന്നത് എങ്കിൽ അതിനെ ആക്സിലറി എന്ന് പറയും. ടെർമിനൽ റീജിയനിലാണെങ്കിൽ അതിനെ ടെർമിനൽ എന്ന് പറയും. ലീഫ് ഒപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെൻ എ പ്ലാന്റ്സ് ഇൻഫ്ലോറസെൻസ് ഗ്രോസ് ഓൺ എ സ്റ്റെം സെക്ഷൻ ഒപ്പോസിറ്റ് എ ലീഫ്. ഇപ്പോൾ ലീഫിന് ഒപ്പോസിറ്റ് ആയിട്ടുള്ള സ്റ്റെമ്മിൻ്റെ ഭാഗത്താണ് ഗ്രൂപ്പ് ഓഫ് ഫ്ലവേഴ്സ് വളരുന്നത് എങ്കിൽ അതിനെ ലീഫ് ഒപ്പോസിറ്റ് എന്ന് പറയുന്നു, റദർ ദാൻ ഇൻ ദ ലീഫ് ആക്സിൽ. പക്ഷേ ലീഫ് ആക്സിലിൽ കാണുന്നത് പോലെയല്ല ലീഫിൻ്റെ സ്റ്റെം സെക്ഷൻ ഒപ്പോസിറ്റ് ആയിട്ടാണ് ഗ്രൂപ്പ് ഓഫ് ഫ്ലവേഴ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നതെങ്കിൽ അത്തരത്തിലുള്ള ഇൻഫ്ലോറസെൻസിനെ ലീഫ് ഒപ്പോസിറ്റ് എന്ന് പറയും. ഇനി അടുത്ത മറ്റൊരു ഫീച്ചറാണ്, അധികം ആരും കേട്ടിട്ടുണ്ടാവില്ല, പ്രത്യേകിച്ച് സുവോളജിക്കാർ. സംടൈംസ് കോളിഫ്ലോറസ് എന്ന് പറയും. ദാറ്റ് മീൻസ് എ ഫ്ലവർ ഒക്വർ ഓൺ സ്റ്റെം. ഫ്ലവർ സ്റ്റെമ്മിൽ തന്നെയാണ് കാണുന്നത് എങ്കിൽ അത്തരത്തിലുള്ള ആ ഒരു ഫീച്ചറിന് പറയുന്നതാണ് കോളിഫ്ലോറസ് എന്ന്. ഇനി നമുക്ക് ഒന്ന് രണ്ട് പിക്ചേഴ്സൊക്കെ ഒന്ന് കണ്ടുപോകാം. പോളിയാൽത്തിയ ഫ്രാഗ്രൻസിൻ്റെ പിക്ചറുണ്ട്, അതുപോലെ തന്നെ പോളിയാൽത്തിയ കോളിഫ്ലോറസിൻ്റെയും പിക്ചർ തന്നിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കണ്ടുപോകാം. ദെൻ ഫ്ലവർ. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഫ്ലവറിനെ കുറിച്ചുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫ്ലവർ ബ്രാക്റ്റിയേറ്റ് ഓർ എബ്രാക്റ്റിയേറ്റ്, എബ്രാക്റ്റിയോലേറ്റ്, പെഡിസലേറ്റ്, കംപ്ലീറ്റ്, ബൈസെക്ഷൽ, റെയർലി യൂണിസെക്ഷൽ, ആക്ടിനോമോർഫിക്, റെയർലി സൈഗോമോർഫിക്, ഹൈപ്പോഗൈനസ്. ഇപ്പോൾ ഫ്ലവറിനെ കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സ് നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഇതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. ഫ്ലവർ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ബ്രാക്റ്റിയേറ്റ് ഓർ എബ്രാക്റ്റിയേറ്റ്, എബ്രാക്റ്റിയോലേറ്റ് എന്നൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തൊരു വാക്ക് കോമൺ ആയിട്ട് വരുന്നുണ്ട്. എന്താണ്? ബ്രാക്റ്റ് എന്നുള്ളത്. അപ്പോൾ എന്താണ് ഫ്ലവറിനെ സംബന്ധിച്ച് ബ്രാക്റ്റ് എന്ന് പറഞ്ഞാൽ? Bract is a modified or specialized leaf, especially one associated with a reproductive structure such as a flower, inflorescence axis or cone scale. അപ്പോൾ ഒരു പ്ലാന്റിനെ സംബന്ധിച്ച് കോണൊക്കെയുള്ള പ്ലാന്റ് ആണെങ്കിൽ കോൺ സ്കെയിലുമായിട്ട് അസോസിയേറ്റ് ചെയ്ത്, അതുപോലെ തന്നെ ഇൻഫ്ലോറസെൻസ് ആക്സിസുമായിട്ട് അസോസിയേറ്റ് ചെയ്ത്, അതുപോലെ തന്നെ ഫ്ലവറുമായിട്ട് അസോസിയേറ്റ് ചെയ്ത്. അപ്പം ഒരു പ്ലാന്റിൻ്റെ റിപ്രൊഡക്റ്റീവ് പാർട്ടായിട്ടുള്ള ഫ്ലവർ, ഇൻഫ്ലോറസെൻസ് ആക്സിസ്, കോൺ സ്കെയില്, ഈ പോർഷൻസുമായിട്ടൊക്കെ അറ്റാച്ച് ചെയ്ത് അല്ലെങ്കിൽ അസോസിയേറ്റ് ചെയ്ത് കാണപ്പെടുന്ന സ്പെഷ്യലായിട്ടുള്ള ഒരു മോഡിഫൈഡ് ലീഫാണ് ബ്രാക്റ്റ് എന്ന് പറയുന്നത്. അപ്പം ബ്രാക്റ്റിയേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഫ്ലവർ ബ്രാക്റ്റിയേറ്റ് ആണ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രാക്റ്റ് ഉള്ള ഫ്ലവറിനെയാണ് എന്ത് പറയുന്നത്? ബ്രാക്റ്റിയേറ്റ് എന്ന് പറയുന്നത്. ബ്രാക്റ്റ് ഉള്ള ഫ്ലവറിനെയാണ് ബ്രാക്റ്റിയേറ്റ് എന്ന് പറയുന്നത്. ബ്രാക്റ്റ് ഈസ് എ മോഡിഫൈഡ് ലീഫ് ദാറ്റ് ഗ്രോസ് ഫ്രം ദ ആക്സിയൽ ഓഫ് എ ഫ്ലവർ ഓർ എ ഫ്ലവർ ക്ലസ്റ്റർ. ദാറ്റ് മീൻസ് ഇൻഫ്ലോറസെൻസ്. ഓക്കെ. ഇനി എബ്രാക്റ്റിയേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്ലവർ ദാറ്റ് ലാക്സ് ബ്രാക്റ്റ് ഇല്ലാത്തവയാണ് എബ്രാക്റ്റിയേറ്റ് എന്ന് പറയുന്നത്. സിമ്പിളാണ്. ഇനി എബ്രാക്റ്റിയോളേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ ഫ്ലവർ ഈസ് വിത്തൗട്ട് ബ്രാക്റ്റിയോൾസ്. എബ്രാക്റ്റിയോളേറ്റ് എന്ന് പറഞ്ഞാൽ ബ്രാക്റ്റിയോൾസ് ഇല്ലാത്ത ഫ്ലവറിനെയാണ് എബ്രാക്റ്റിയോളേറ്റ്സ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ബ്രാക്റ്റിയോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്ലവർ ദാറ്റ് ഹാവ് എ സ്മോൾ ലീഫ് ലൈക്ക് സ്ട്രക്ചർ.
ചെറിയ ലീഫ് ലൈക്ക് സ്ട്രക്ചറുള്ള ഫ്ലവറിനെയാണ് ബ്രാക്ടിയോൾസ് ഉള്ള ഫ്ലവർ എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ അനോണേസിയ ഫാമിലിക്ക് ഈ ബ്രാക്ടിയോൾസ് ഇല്ല, ലീഫ് ലൈക്ക് സ്ട്രക്ചറൊന്നും ഇല്ല. പിന്നെന്താണ് ഉള്ളത്? ലീഫ് മോഡിഫൈഡ് ചെയ്ത് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ലീഫിൽ നിന്ന് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മോഡിഫൈഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ മാത്രമേ നമ്മുടെ അനോണേസിയ ഫാമിലിയിലുള്ളൂ. അതുകൊണ്ട് തന്നെ ബ്രാക്ടിയേറ്റ് എന്ന് പറയാം. എബ്രാക്ടിയേറ്റും ആകാം. ബ്രാക്ടിയോളൈറ്റ് ആണ്. ബ്രാക്ടിയോളൈറ്റ് എന്ന് പറഞ്ഞാൽ ലീഫ് ലൈക്ക് ആയിട്ടുള്ള സ്ട്രക്ചർ ഫ്ലവറിൽ കാണപ്പെടുന്നില്ല. ഇനി അടുത്ത ഫീച്ചർ ഏതാണ്? പെഡിസലേറ്റ്. പെഡിസൽ എന്നെല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? പെഡിസലേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പെഡിസല് ബിയറിംഗ് ആയിട്ടുള്ള ഫ്ലവർ ആണെങ്കിൽ പെഡിസലേറ്റ് എന്ന് പറയും. ഫ്ലവർ ഹാവിങ് എ സ്റ്റാക്ക്. അപ്പോൾ ഫ്ലവറിന് ഒരു ഞെട്ടുണ്ടായെങ്കിൽ, സ്റ്റാക്ക് ഉണ്ടായെങ്കിൽ അതിനെ പെഡിസലേറ്റ് എന്ന് പറയാം. അതുപോലെ കംപ്ലീറ്റ്. എന്താണ് കംപ്ലീറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഫ്ലവർ ദാറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് 4 പാർട്സ്. ഏതൊക്കെയാണ്? സെപ്പൽസ്, പെറ്റൽസ്, പിസ്റ്റിൽസ് ആൻഡ് സ്റ്റേമൻസ്. അപ്പോൾ ഒരു ഫ്ലവർ കംപ്ലീറ്റ് ആണ് എന്ന് പറഞ്ഞാൽ ഫ്ലവർ ദാറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് 4 പാർട്സ്: സെപ്പൽസ്, പെറ്റൽസ്, പിസ്റ്റിൽസ് ആൻഡ് സ്റ്റേമൻസ്. ഇനി ഒരു ഫ്ലവർ ബൈസെക്ഷൽ ആണ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്ലവർ ദാറ്റ് കണ്ടെയ്ൻ ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്സ്. ഒരു ഫ്ലവറിൽ തന്നെ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടും ഉള്ള ഫ്ലവറിനെയാണ് ബൈസെക്ഷൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ റെയർലി യൂണിസെക്ഷൽ ആകാം. യൂണിസെക്ഷൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഫ്ലവർ ദാറ്റ് പോസസ് എയ്തർ സ്റ്റേമൻ ഓർ കാർപ്പൽ ബട്ട് നോട്ട് ബോത്ത്. ഒരു ഫ്ലവറിൽ ഒന്നെങ്കിൽ സ്റ്റേമനേ ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ കാർപ്പലേ ഉണ്ടാവുള്ളൂ. ഇത് രണ്ടും കൂടെയുള്ള ഒരു ഫ്ലവർ ആയിരിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള ഫ്ലവറിനെയാണ് യൂണിസെക്ഷൽ. യൂണിസെക്ഷൽ ഫ്ലവർ ദാറ്റ് പോസസസ് എയ്തർ സ്റ്റേമൻസ് ഓർ കാർപ്പൽസ്. ഒന്നെങ്കിൽ സ്റ്റേമൻ അല്ലെങ്കിൽ കാർപ്പൽസ്. ഇതിലേതെങ്കിലും ഒരു കാറ്റഗറിയിലുള്ളത് മാത്രമേ ഉണ്ടാകൂ. റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ മാത്രമേ ഫ്ലവറിൽ കാണപ്പെടുന്നുള്ളൂ. അടുത്തത് ആക്ടിനോമോർഫിക്. എന്താണ് ആക്ടിനോമോർഫിക്? ആക്ടിനോമോർഫിക് എന്ന് പറയുന്നത് ഒരു ഫ്ലോറൽ സിമ്മട്രിയിൽ വരുന്ന ഒരു ടൈപ്പാണ്. ആക്ടിനോമോർഫിക് ഈസ് എ ടൈപ്പ് ഓഫ് ഫ്ലോറൽ സിമ്മട്രി. ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് സ്റ്റാർ ഷേപ്ഡ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ റേഡിയൽ ആയിട്ടുള്ള സിമ്മട്രി കാണിക്കുന്നവയാണ് ആക്ടിനോമോർഫിക്. സ്റ്റാർ ഷേപ്ഡ് സിമ്മട്രി അല്ലെങ്കിൽ റേഡിയൽ സിമ്മട്രി കാണിക്കുന്ന ഫ്ലവറിനെ ആക്ടിനോമോർഫിക് എന്ന് പറയും. റെയർലി ഇത് സൈഗോമോർഫിക്കും ആകാം. ഈ അനോണേസിയ ഫാമിലിയിലുള്ള ഫ്ലവേഴ്സ് സൈഗോമോർഫിക്കും ആകാം, വളരെ റെയറായിട്ട്. അപ്പോൾ ഫ്ലവേഴ്സ് കേപ്പബിൾ ഓഫ് ബീങ് ഡിവൈഡഡ് ഇൻ ടു ഈക്വൽ പാർട്സ്. സൈഗോമോർഫിക് കൊണ്ട് അർത്ഥമാക്കുന്നത് ഒരു ഫ്ലവറിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ അതിൻ്റെ മിറർ ഇമേജ് നമുക്ക് കാണാൻ പറ്റും. 2 ഈക്വൽ പാർട്സ് ആയിട്ട് അതിനെ ഡിവൈഡ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും ബൈ എ ലൈൻ പാസിങ് ത്രൂ ദ മിഡിൽ ഓഫ് എ ഫ്ലവർ. അങ്ങനെയുള്ള ഫ്ലവറിനെയാണ് സൈഗോമോർഫിക് എന്ന് പറയുന്നത്. അപ്പം ഫ്ലവറിൻ്റെ സിമ്മട്രി അനുസരിച്ച് ആക്ടിനോമോർഫിക് ഫ്ലവറും ആകാം, സൈഗോമോർഫിക് ഫ്ലവറും ആകാം. ആക്ടിനോമോർഫിക് ഫ്ലവറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് സ്റ്റാർ ഷേപ്ഡ് റേഡിയൽ സിമ്മട്രി കാണിക്കുന്നവയാണ്. എന്നാൽ സൈഗോമോർഫിക് ആണെങ്കിൽ മിറർ ഇമേജ് കാണിക്കുന്നത്, അതായത് ഫ്ലവർ കേപ്പബിൾ ഓഫ് ബീങ് ഡിവൈഡഡ് ഇൻ ടു ഓൺലി 2 ഈക്വൽ പാർട്സ്. 2 ഈക്വൽ പാർട്സ് മാത്രമായിട്ടേ ഡിവൈഡ് ചെയ്യാൻ സാധിക്കുള്ളൂ. അങ്ങനെയുള്ളവയെ സൈഗോമോർഫിക് എന്ന് പറയുന്നു. ഇനി ഹൈപ്പോഗൈനസ്. എന്താണ് ഹൈപ്പോഗൈനസ്? ഇതെല്ലാം നന്നായിട്ട് ഓർത്തിരിക്കുക. പ്രധാനപ്പെട്ട പോർഷൻസ് തന്നെയാണ് ഇപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഫ്ലവർ ഹൈപ്പോഗൈനസ് ആണ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈപ്പോഗൈനസ് ഫ്ലവർ ആണ് എന്ന് പറഞ്ഞാൽ എന്താണ്? A flower in which the gynoecium or ovary is located at the highest position of the flower while the other parts of the flower are located below it. അപ്പം ഈ ഓവറി അല്ലെങ്കിൽ ഗൈനേഷ്യം കാണുന്നത് ഹയസ്റ്റ് പൊസിഷനിലും ബാക്കിയുള്ള ഫ്ലോറൽ വേർഡ്സ് ഒക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ലോവർ പോർഷനിലായിട്ടാണ് എങ്കിൽ അത്തരം ഫ്ലവേഴ്സ് ഹൈപ്പോഗൈനസ് ഫ്ലവേഴ്സ് ആണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ ഹൈപ്പോഗൈനസ് ഫ്ലവേഴ്സിൻ്റെ ഓവറി എപ്പോഴും സുപ്പീരിയർ ആണ്. കാരണം ഓവറി അല്ലെങ്കിൽ ഗൈനീഷ്യം എന്ന് പറയുന്നത് ഹയസ്റ്റ് പൊസിഷനിലാണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് ഓവറി സുപ്പീരിയർ ആണ്, ഫ്ലോറൽ വേർഡ്സ് ഒക്കെ ഇൻഫീരിയർ ആണ് എന്ന് പറയാം. അപ്പം ഫ്ലവർ അനോണേസിയ ഫാമിലിയുടെ ഫ്ലവറിൻ്റെ പ്രത്യേകത എന്താണ്? ഹൈപ്പോഗൈനസ് ആണ്, ആക്ടിനോമോർഫിക് ആണ്, റെയർലി സൈഗോമോർഫിക് ആണ്,
യൂണിസെക്ഷൽ ആണ്, റെയർലി ബൈസെക്ഷലും ആകാം. ദെൻ കംപ്ലീറ്റ് ആണ്, പെഡിസലൈറ്റ് ആണ്, എബ്രാക്ടിയോലൈറ്റ് ആണ്, എബ്രാക്ടിയേറ്റ് ആണ്, ബ്രാക്ടിയേറ്റ് ആണ്. Once again, flower, bracteate or abracteate, abracteolate, pedicellate, complete, bisexual, rarely unisexual, actinomorphic, rarely zygomorphic, hypogynous. Hypogynous എന്നുള്ള ടേം മറക്കാതെ ഓർത്തിരിക്കുക. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഫീച്ചർ ഏതാണെന്ന് നോക്കാം. നെക്സ്റ്റ് കാലിക്സ്. കാലിക്സിനെ കുറിച്ചാണ് അടുത്ത് നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാനുള്ളത്. കാലിക്സ് എന്ന് പറഞ്ഞാൽ ഔട്ടർ മോസ്റ്റ് വേൾ ഓഫ് എ ഫ്ലവർ. ഫ്ലവറിൻ്റെ ഔട്ടർ മോസ്റ്റ് ആയിട്ട് കാണപ്പെടുന്ന വേളിനെയാണ് എന്ത് പറയുന്നത്, കാലിക്സ് എന്ന് പറയുന്നത്. സെപ്പൽസ്, ഇവിടെ സെപ്പൽസിൻ്റെ എണ്ണം 3 എണ്ണമാണ്. സെപ്പൽസ് 3, സംടൈം 6 അറേഞ്ച്ഡ് ഇൻ 2 വേൾസ് ഓഫ് 3 ഈച്ച്. പോളിസെപ്പാലസ് ഓർ റിയർലി ബേസലി കൊണേറ്റ്, വാൾവേറ്റ്, റിയർലി ഇംബ്രിക്കേറ്റ്. അപ്പോൾ ഇതൊക്കെയാണ് കാലിക്സിൻ്റെ പ്രത്യേകത. ഓരോന്നും നമുക്ക് നോക്കാം. സെപ്പൽസ് 3 ആണെന്ന് പറഞ്ഞു. ഇപ്പോൾ ജനറലായിട്ട് അനോണേസിയ ഫാമിലിയുടെ സെപ്പൽസിൻ്റെ എണ്ണം എത്രയാണ്? 3 ആണ്. അപ്പം ഈ ഇൻഡിവിജ്വൽ മെമ്പേഴ്സ് ഓഫ് ദ കാലിക്സിനെയാണ് സെപ്പൽസ് എന്ന് പറയുന്നത്. ഇൻഡിവിജ്വൽ മെമ്പേഴ്സ് ഓഫ് ദ കാലിക്സിനെയാണ് സെപ്പൽസ് എന്ന് പറയുന്നത്. സെപ്പൽസിൻ്റെ എണ്ണം എത്രയാണ്? അനോണേസിയ ഫാമിലിയിൽ 3 ആണ്. ഇനി ചില ടൈമിൽ അത് 6 ആയിട്ട് കാണപ്പെടുന്നു. അതിൽ 3 വെച്ചിട്ടായിരിക്കും അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. സംടൈംസ് 6 അറേഞ്ച്ഡ് ഇൻ 2 വേൾസ് ഓഫ് 3 ഈച്ച്. ദെൻ പോളിസെപ്പാലറ്റ്സ്. നമ്മൾ ക്ലാസിഫിക്കേഷൻ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു പോളിപെറ്റാലസ് സബ് ക്ലാസ് ആണ് പറഞ്ഞത് അല്ലേ? പോളിപെറ്റാലസ് സബ് ക്ലാസ്. അപ്പോൾ പോളിപെറ്റാലസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പെറ്റൽസ് ഫ്രീ ആണെന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ പോളിസെപ്പാലസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇവിടെ സെപ്പൽസ് ഫ്രീ ആണ്. എ കാലിക്സ് ഇൻ വിച്ച് ദ സെപ്പൽസ് ആർ സെപ്പറേറ്റ് ഓർ നോട്ട് ഫ്യൂസ്ഡ്, ദാറ്റ് മീൻസ് ഫ്രീ. Polycephalus means a calyx in which the sepals are separate or not fused, or rarely basally connate. Basally connate എന്ന് പറഞ്ഞാൽ എന്താണ്? കൊണേറ്റിൻ്റെ അർത്ഥം ഫ്യൂഷൻ ഓഫ് സിമിലർ പാർട്സ് ഓഫ് ദ പ്ലാന്റ്. സിമിലർ ആയിട്ടുള്ള പാർട്സ് ഫ്യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു സ്ട്രക്ചറിനാണ് കൊണേറ്റ് എന്ന് പറയുന്നത്. ബേസലി കൊണേറ്റ് എന്ന് പറഞ്ഞാൽ ദ സെപ്പൽസ് ഓഫ് ദി ഫ്ലവർ ആർ ഫ്യൂസ്ഡ് ടുഗദർ അറ്റ്ലീസ്റ്റ് അറ്റ് ദയർ ബേസ് റീജിയനിലുള്ള സെപ്പൽസ് എല്ലാം ഫ്യൂസ് ചെയ്ത് കാണപ്പെടുന്നു. അതുകൊണ്ടാണ് ബേസലി കൊണേറ്റ് എന്ന് പറയുന്നത്. അടുത്ത ഫീച്ചർ എന്താണ്? വാൽവേറ്റ്. വാൽവേറ്റ് അത് ഈസ് എ ടൈപ്പ് ഓഫ് ഈസ്റ്റിവേഷൻ. എല്ലാവർക്കും ഓർമ്മയുണ്ടാവും, +2 മുതൽ പഠിക്കുന്നതാണ്. ഈസ് എ ടൈപ്പ് ഓഫ് ഈസ്റ്റിവേഷൻ. വാൽവേറ്റ് എന്ന് പറഞ്ഞാൽ ഫ്ലവറിൻ്റെ സെപ്പൽസും പെറ്റൽസും അങ്ങോട്ടും ഇങ്ങോട്ടും അറ്റാച്ച് ചെയ്ത് അത് റിലേറ്റ് ചെയ്ത് ഇരിക്കുന്നതാണ്. അങ്ങനെയുള്ള ആ ഒരു അറേഞ്ച്മെൻറ്റിനെയാണ് വാൽവേറ്റ് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ഈസ്റ്റിവേഷൻ വിച്ച് ഈസ് അറേഞ്ച്മെൻറ്റ് ഓഫ് ഫ്ലവേഴ്സ്, സെപ്പൽസ് ആൻഡ് പെറ്റൽസ് ഇൻ റിലേഷൻ ടു ഈച്ച് അതർ. അപ്പം അതിൻ്റെ എഡ്ജസ് വാൽവേറ്റ് അറേഞ്ച്മെൻറ്റ്സിൽ ഫ്ലോറൽ വേൾസിൻ്റെ എഡ്ജസ് തമ്മിൽ എന്താണ്? മീറ്റ് ചെയ്യുന്നുണ്ട്. ദ മീറ്റിംഗ് അറ്റ് ദ എഡ്ജ് വിതൗട്ട് ഓവർലാപ്പ് ചെയ്യാതെ ഈ സെപ്പൽസും പെറ്റൽസൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? മീറ്റ് ചെയ്യുന്നുണ്ട്. ഓവർലാപ്പ് ചെയ്യാതെ സെപ്പൽസും പെറ്റൽസും മീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ കാലിക്സിൻ്റെ കാര്യം പറയുമ്പോൾ സെപ്പൽസ് ഓവർലാപ്പ് ചെയ്യുന്നില്ല, പക്ഷേ എഡ്ജുകൾ തമ്മിൽ മീറ്റ് ചെയ്യുന്നു. അപ്പോൾ അത്തരത്തിലുള്ള അറേഞ്ച്മെൻറ്റിന് അല്ലെങ്കിൽ ഈസ് എ ടൈപ്പ് ഓഫ് ഈസ്റ്റിവേഷനെയാണ് വാൽവേറ്റ് എന്ന് പറയുന്നത്. വാൽവേറ്റ് ഈസ്റ്റിവേഷൻ കാലിക്സിൻ്റെ അറേഞ്ച്മെൻറ്റ്സിൽ കാണപ്പെടുന്നുണ്ട്. റെയർലി ഇംബ്രിക്കേറ്റ് ഈസ്റ്റിവേഷനും നമുക്ക് അനോണേസിയ ഫാമിലിയുടെ കാലിക്സിൽ കാണാൻ സാധിക്കും. അതെന്താണ് ഇംബ്രിക്കേറ്റ് എന്ന് പറഞ്ഞാൽ? ഇതൊരു തരത്തിലുള്ള ഈസ്റ്റിവേഷനാണ്. വെൻ ദ സെപ്പൽസ് ഓവർലാപ്പ് ഈച്ച് അതർ. ഇവിടെയുള്ള സെപ്പൽസ് ഓവർലാപ്പ് ചെയ്താണ് കാണപ്പെടുന്നത്. ഇൻ എ നോൺ സ്പെസിഫിക് ഡയറക്ഷൻ. ദിസ് ഈസ് എ ടൈപ്പ് ഓഫ് ഈസ്റ്റിവേഷൻ. അപ്പോൾ ഇംബ്രിക്കേറ്റ് എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് ഈസ്റ്റിവേഷനാണ്. ഇവിടെ സെപ്പൽസ് എങ്ങനെയാണ് കാണപ്പെടുന്നത്? ഓവർലാപ്പ് ചെയ്താണ് കാണപ്പെടുന്നത്. വാൽവേറ്റ് ഈസ്റ്റിവേഷനിൽ സെപ്പൽസിൻ്റെ എഡ്ജസ് തമ്മിൽ മീറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഓവർലാപ്പ് ചെയ്യുന്നില്ല. എന്നാൽ ഇംബ്രിക്കേറ്റ് ഈസ്റ്റിവേഷനിൽ സെപ്പൽസിൻ്റെ എഡ്ജ് ഓവർലാപ്പ് ചെയ്താണ് കാണപ്പെടുന്നത്.
ഈസ് എ ടൈപ്പ് ഓഫ് ഈസ്റ്റിവേഷൻ. അപ്പം കാലിക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിനകത്ത് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? സെപ്പൽസ് 3 ആണ്. ഇനി 6 ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നതെങ്കിൽ മൂന്നെണ്ണം വെച്ചിട്ടാണ് അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പോളിസെപ്പാലസ് ആണ്, ദാറ്റ് മീൻസ് സെപ്പൽസ് ഫ്രീ ആണ്. റിയർലി ബേസലി കോണൈറ്റ് ആണ്. കോണൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരുപോലെയുള്ള സ്ട്രക്ചേഴ്സ് ഫ്യൂസ് ചെയ്ത് കാണപ്പെടുന്നു. അപ്പോൾ അത് ബേസിക് ഫ്ലവറിൻ്റെ ബേസ് റീജിയനിലാണ് കാണപ്പെടുന്നതെങ്കിൽ അത് ബേസലി കോണൈറ്റ് എന്ന് പറയാം. വാൽവേറ്റ് സെപ്പൽസ് എങ്ങനെയുള്ളതാണ്? ഓവർലാപ്പ് ചെയ്യുന്നില്ല, എഡ്ജ് മീറ്റ് ചെയ്യുന്നു. ഇംബ്രിക്കേറ്റ് എന്ന് പറയുന്നത് സെപ്പൽസിൻ്റെ എൻഡ് ഓവർലാപ്പ് ചെയ്യുന്നുണ്ട്. ഇത് ഇംബ്രിക്കേറ്റ് വാൽവേറ്റ് രണ്ടും ഒരു ഈസ്റ്റിവേഷൻ്റെ ടൈപ്സ് ആണ്. ഇനി കാലിക്സ് ഒന്നും കൂടെ, സെപ്പൽസ് 3, സംടൈംസ് 6 അറേഞ്ച്ഡ് ഇൻ 2 whorls of 3 each. Polycephalus or rarely basally connate. Valvate, rarely imbricate. ഇനി ഇത്രയും പഠിച്ചെങ്കിൽ നിങ്ങൾക്ക് കൊറോള വളരെ എളുപ്പത്തിൽ പഠിക്കാൻ സാധിക്കും. കൊറോളയുടെ കാര്യത്തിൽ ജനറലി 6 petals ആണ്. അപ്പോൾ 6 petals ആകുമ്പോൾ അതിൻ്റെ അറേഞ്ച്മെൻറ്റ് കാലിക്സുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയേ. 6 petals ഉണ്ട്. അപ്പം അതെങ്ങനെയായിരിക്കും അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക? അറേഞ്ച്ഡ് ഇൻ 2 whorls of 3 each, സംടൈംസ് ഓൺലി 3 petals. ചില ടൈമിൽ 3 petals കാണുള്ളൂ. അല്ലെങ്കിൽ 6 എണ്ണം ഉണ്ടെങ്കിൽ അത് മൂന്നെണ്ണം വെച്ചിട്ടാണ് അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി പോളിപെറ്റാലസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പെറ്റൽസ് ഇവിടെ ഫ്രീ ആണ്. പോളിപെറ്റാലസ് എന്ന് പറഞ്ഞാൽ എ ഫ്ലവർ വിത്ത് പെറ്റൽസ് ദാറ്റ് ആർ സെപ്പറേറ്റഡ് ആൻഡ് ഫ്രീ ഫ്രം വൺ അനദർ. ഒന്ന് മറ്റൊന്നിൽ നിന്നും ഫ്രീ ആയിട്ടാണ് കാണപ്പെടുന്നത്, സെപ്പറേറ്റ് ആയിട്ടാണ് കാണപ്പെടുന്നത്. അതുകൊണ്ടാണ് പോളിപെറ്റാലസ് എന്ന് പറയുന്നത്. എന്താണ്? പോളിപെറ്റാലസ്. ഇനി വാൽവേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കുറച്ച് മുൻപ് പറഞ്ഞതേ ഉള്ളൂ. വാൽവേറ്റ് എന്ന് പറഞ്ഞാൽ എഡ്ജസ് മീറ്റ് ചെയ്യുന്നുണ്ട്. ഫ്ലോറൽ വേൾസിൻ്റെ അല്ലെങ്കിൽ കൊറോള പെറ്റൽസിൻ്റെ എഡ്ജുകൾ മീറ്റ് ചെയ്യുന്നുണ്ട്, എന്നാലോ അത് ഓവർലാപ്പ് ചെയ്യുന്നില്ല. അപ്പോൾ വാൽവേറ്റ് കൊറോളയുടെ കേസിൽ നമ്മൾ പറയുമ്പോൾ വാൽവേറ്റ് എന്ന് പറയുന്നത് ഇസ് എ ടൈപ്പ് ഓഫ് ഈസ്റ്റിവേഷൻ വെയർ ദ പെറ്റൽസ് ആർ അറേഞ്ച്ഡ് ഇൻ ബോൾസ് ദാറ്റ് ആർ ക്ലോസ് ടുഗദർ ആൻഡ് ഡു നോട്ട് ഓവർലാപ്പ്. അപ്പം പെറ്റൽസൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒന്ന് മറ്റൊന്നുമായിട്ട് എഡ്ജ് തമ്മിൽ മീറ്റ് ചെയ്യുന്ന രീതിയിൽ ഓവർലാപ്പ് ചെയ്യുന്നും ഇല്ല. ഇനി സ്ലൈറ്റ്ലി ഇംബ്രിക്കേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പെറ്റൽസ് ഓവർലാപ്പ് ചെയ്യുന്നു. അത്തരത്തിലുള്ള ഈസ്റ്റിവേഷനാണ് ഇംബ്രിക്കേറ്റ് ഈസ്റ്റിവേഷൻ എന്ന് പറയുന്നത്. ഇവിടെ സംടൈംസ് സെപ്പൽസും പെറ്റൽസും ആർ സെയിം ആയിട്ടാണ് കാണപ്പെടുന്നതെങ്കിൽ അതിനെ പെരിയാന്ത് എന്നാണ് പറയുന്നത് കേട്ടോ. സെപ്പൽസും പെറ്റൽസ് ആർ സെയിം ആണ് എങ്കിൽ പെരിയാന്ത് എന്ന് പറയും. അപ്പോൾ ഈ ഒരു കണ്ടീഷനും ഈ അനോണേസിയ ഫാമിലിയിൽ കാണപ്പെടുന്നുണ്ട്. അപ്പോൾ കൊറോളയുടെ ഫീച്ചർ എന്തൊക്കെയാണ്? ജനറലി 6 petals arranged in 2 whorls of 3 each, sometimes only 3 petals. Polypetalous, valvate or slightly imbricate. Sometimes sepals and petals are same, so called as perianth. നമുക്ക് ആർട്ടാബോട്രിക്സ് ഹെക്സാ പെറ്റൽസിൻ്റെ ഒരു പിക്ചറാണ് തന്നിരിക്കുന്നത്. അത് നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ആൻഡ്രീഷ്യത്തിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആൻഡ്രീഷ്യം വളരെ പ്രധാനപ്പെട്ട ഒരു പോർഷനിലേക്കാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. നന്നായിട്ട് ഓർത്തിരിക്കേണ്ട ഭാഗമാണ് ആൻഡ്രീഷ്യവും ഗൈനീഷ്യവും. ഫസ്റ്റ് ആൻഡ്രീഷ്യം. സ്റ്റേമൻസ് ന്യൂമറസ്, പോളി ആൻഡ്രസ്, സ്പൈറലി അറേഞ്ച്ഡ് ഓൺ എ ലാർജ് കോൺവെക്സ് റിസെപ്റ്റിക്കിൾ, ഫിലമെൻറ്റ്സ് ഷോർട്ട് ആൻഡ് തിക്ക്, connective continuous beyond the anther and produces a dilated head, adnate extros. അപ്പോൾ ഇത്രയും ഫീച്ചേഴ്സാണ് ആൻഡ്രീഷ്യത്തിനെ കുറിച്ച് പറയാനുള്ളത്. സ്റ്റേമൻസ് ന്യൂമറസ് ആണ്. ഒരുപാട് സ്റ്റേമൻസ് ഉണ്ട്. പോളി ആൻഡ്രസ് ആണ്. പോളി ആൻഡ്രസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്ലവേഴ്സ് വെയർ ദ സ്റ്റേമൻസ് ആർ ഫ്രീ ആൻഡ് നോട്ട് ഫ്യൂസ്ഡ് വിത്ത് ഈച്ച് അതർ. ഇവിടെ സ്റ്റേമൻസ് ഫ്രീ ആയിട്ടാണ് കാണപ്പെടുന്നത്. ന്യൂമറസ് സ്റ്റേമൻസ് ഉണ്ടെന്ന് പറഞ്ഞു. ഇവയൊക്കെ ഫ്രീ ആയിട്ടാണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് അതിനെ പറയുന്ന പേരാണ് പോളി ആൻഡ്രസ്. ഫ്രീ ആയിട്ടുള്ള സ്റ്റേമൻസിന് പറയുന്ന ഫീച്ചറിൻ്റെ പേരാണ് പോളി ആൻഡ്രസ്. അപ്പോൾ നോട്ട് ഫ്യൂസ്ഡ് ആൻഡ് സ്പൈറലി അറേഞ്ച്ഡ് ഓൺ എ ലാർജ് കോൺവെക്സ് റെസെപ്റ്റിക്കിൾ. അപ്പോൾ ഇവിടെ ഒരു ലാർജ് കോൺവെക്സ് റെസെപ്റ്റിക്കിൾ ഈ ഫ്ലവറിൽ കാണപ്പെടുന്നുണ്ടാകും.
അപ്പോൾ അതിലേക്ക് അറേഞ്ച് ചെയ്തിരിക്കുന്നത് സ്പൈറലി ആണ്. ഈ സ്റ്റെമൻസിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് സ്പൈറലി ഓൺ എ ലാർജ് കോൺവെക്സ് റിസെപ്റ്റിക്കിൾ. ഇവിടെ കാണപ്പെടുന്ന ഫിലമെൻറ്റ്സ് അതിൻ്റെ നീളം വളരെ ഷോർട്ടാണ്. ഫിലമെൻറ്റ്സിൻ്റെ നീളം ഷോർട്ടാണ്. പക്ഷെ ഷോർട്ടാണെങ്കിൽ കാണപ്പെടുന്നത് എങ്ങനെയാണ്? തിക്കായിട്ടാണ് കാണപ്പെടുന്നത്. സ്ട്രക്ചർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഫിലമെൻറ്റ്സ് ഷോർട്ടാണ്, തിക്കാണ്. ലാർജ് കോൺവെക്സ് റിസെപ്റ്റിക്കിളിലേക്ക് സ്പൈറലി അറേഞ്ച് ചെയ്തിരിക്കുന്നു. ഈ സ്റ്റേമൻസ് ഫ്യൂസ്ഡ് അല്ല, അതുകൊണ്ട് പോളി ആൻഡ്രസ് ആണ്. ഒന്നിൽ കൂടുതൽ സ്റ്റേമൻസ് ഉള്ളത് കൊണ്ട് ന്യൂമറസ് സ്റ്റേമൻസ് ഉണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇനി കണക്റ്റീവ് കണ്ടിന്യൂസ് ബിയോണ്ട് ദ ആന്തർ ആൻഡ് പ്രൊഡ്യൂസസ് എ ഡയലേറ്റഡ് ഹെഡ്. ഈ ആൻഡ്രീഷ്യം അഡ്നേറ്റ് ആണെന്ന് പറയുന്നുണ്ട്. അഡ്നേറ്റ് ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഫ്യൂഷൻ ഓഫ് ഡിസിമിലർ പാർട്സ്. എന്താണ് ഫ്യൂഷൻ ഓഫ് ഡിസിമിലർ പാർട്സ്? സിമിലർ അല്ലാത്ത പാർട്സ് തമ്മിൽ ഫ്യൂസ് ചെയ്താണ് അഡ്നേറ്റ് എന്ന് പറയുന്ന ഒരു ഫീച്ചറിലേക്ക് എത്തുന്നത്. ഇനി എക്സ്ട്രോസ് ആണെന്ന് പറയുന്നുണ്ട്. എന്താണ് എക്സ്ട്രോസ് എന്ന് പറയുന്നത്? ഫേസിങ് ഔട്ട്വേർഡ് എവേ ഫ്രം ദ സെൻട്രൽ ആക്സിസ് അറൗണ്ട് വിച്ച് എ ഫ്ലവർ ഈസ് അറേഞ്ച്ഡ്. അപ്പോൾ സെൻട്രൽ ആക്സിസിൽ നിന്നും പുറത്തേക്ക് ഔട്ട്വേർഡായിട്ട് ഫേസ് ചെയ്തിരിക്കുകയാണെങ്കിൽ ഫേസിങ് ഔട്ട്വേർഡ് എവേ ഫ്രം ദ സെൻട്രൽ ആക്സിസ് അറൗണ്ട് വിച്ച് എ ഫ്ലവർ ഈസ് അറേഞ്ച്ഡ്. അതിനെയാണ് എക്സ്ട്രോസ് എന്ന് പറയുന്നത്. അപ്പോൾ ആൻഡ്രീഷ്യത്തിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? സ്റ്റേമൻസ് ന്യൂമറസ് ആണ്, പോളിയാൻഡ്രസ് ആണ്. ദാറ്റ് മീൻസ് ഫ്ലവേഴ്സ് വെയർ the stamens are free and not fused with each other, spirally arranged on a large convex receptacle. Filaments short and thick, connective continuous beyond the anther and produces a dilated head. Adnate ആണ്. That means fusion of dissimilar parts. Extros ആണ്. That means facing outward away from the central axis around which a flower is arranged. അപ്പോൾ ഇത്രയും ഫീച്ചേഴ്സാണ് നമുക്ക് ആൺട്രീഷ്യത്തെക്കുറിച്ച് പറയാനുള്ള ഫീച്ചേഴ്സ് ഇത്രയുമാണ്. അപ്പോൾ ഇത് നന്നായിട്ട് പഠിക്കണം. പ്രധാനപ്പെട്ട ഭാഗമാണ് അനോണേസിയ ഫാമിലിയുടെ ആൺട്രീഷ്യം. ഇനി അടുത്തത് പ്രധാനപ്പെട്ട തന്നെയാണ് അനോണേസിയ ഫാമിലിയുടെ ഗൈനീഷ്യം. കാർപ്പൽസ് ന്യൂമറസ് അറേഞ്ച്ഡ് സ്പൈറലി ഓൺ ദ റേസ്ഡ് റിസെപ്റ്റിക്കിൾ. Only 1 to 3 carpels in cyanthocalix. Apocarpus superior unilocular, 1 to many ovules in the locule. Parietal or sometimes basal or sometimes marginal placentation. Style short or absent. Stigma sessile, simple or trilobed. അപ്പോൾ ഇത്രയും ഫീച്ചേഴ്സാണ് ഗൈനീഷ്യത്തെക്കുറിച്ച് പറയാനുള്ളത്. ഓരോന്നും സ്പെസിഫിക് ആയിട്ട് തന്നെ നമുക്ക് നോക്കാം. കാർപ്പൽസ് ന്യൂമറസ് ആണ്. കാർപ്പൽസ് കൂടുതൽ ഉണ്ട്, എണ്ണത്തിൽ കൂടുതലുണ്ട്. കാർപ്പൽസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് റേസ് ചെയ്ത് കാണപ്പെടുന്ന റിസെപ്റ്റിക്കിളിലേക്ക് സ്പൈറലി ആണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഗൈനീഷ്യം എങ്ങനെയാണ്? കാർപ്പൽസ് ന്യൂമറസ് ആണ്, അറേഞ്ച്ഡ് സ്പൈറലി ഓൺ റേസ്ഡ് റിസെപ്റ്റിക്കിൾ. Only 1 to 3 carpels in cyanthocalix. Cyanthocalixൽ 1 മുതൽ 3 വരെ കാർപ്പൽസ് കാണപ്പെടുന്നുണ്ട്. സയാന്തോകാലിക്സ് എന്ന് പറയുന്നത് എ കപ്പ് ഓർ കപ്പ് ഷേപ്ഡ് കാലിക്സിനെയാണ് കാലിക്സ് എന്ന് പറയുന്നത്. കപ്പ് ഷേപ്ഡ് ആയിട്ടുള്ള കാലിക്സിനെയാണ്, അല്ലെങ്കിൽ കപ്പ് ആയിട്ട് തന്നെ കാണപ്പെടുന്ന കാലിക്സ് എങ്കിൽ അതിനെ കാലിക്സ് എന്ന് പറയും. അങ്ങനെ കാലിക്സ് ഉള്ള ഒരു ഗൈനീഷ്യമാണ് എങ്കിൽ 1 മുതൽ 3 വരെയെങ്കിലും കാർപ്പൽസ് കാണപ്പെടുന്നുണ്ട്. അപ്പോകാർപ്പസ് ആണ് ഗൈനീഷ്യം സുപ്പീരിയർ ആണെന്ന് പറയുന്നുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോകാർപ്പസ് ദാറ്റ് മീൻസ് കാർപ്പൽസ് ആർ ഫ്രീ, സെപ്പറേറ്റ് ആൻഡ് അൺഫ്യൂസ്ഡ്. കാർപ്പൽസ് ഫ്യൂസ് ചെയ്തിട്ടുള്ള സെപ്പറേറ്റ് ആയിട്ട് ഫ്രീ ആയിട്ടാണ് കാണപ്പെടുന്നതെങ്കിൽ അപ്പോകാർപ്പസ് ആണെന്ന് നമുക്ക് പറയാം. കാർപ്പൽസ് ന്യൂമറസ് ആണ് നമ്മൾ തുടക്കത്തിൽ പഠിച്ചിരുന്നു. അതുകൊണ്ട് ഒന്നിൽ കൂടുതൽ കാർപ്പൽസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവ ഫ്രീ ആയിട്ടാണ് കാണപ്പെടുന്നത്, സെപ്പറേറ്റ് ആണ്, അതുപോലെ അൺഫ്യൂസ്ഡ് ആയിട്ടാണ്. അതുകൊണ്ട് അപ്പോകാർപ്പസ് കണ്ടീഷനാണ് ഈ അനോണേസിയ ഫാമിലിയുടെ ഗൈനീഷ്യത്തിൽ പറയുന്ന ഒരു ഫീച്ചർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അവ സുപ്പീരിയർ ആണ്.
ഇനി യൂണിലോക്കുലാർ, എന്താണ് യൂണിലോക്കുലാർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഗൈനീഷ്യം അല്ലെങ്കിൽ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ദാറ്റ് ഹാസ് എ സിംഗിൾ ചേംബർ ഓർ ഓവറി. അപ്പം ഗൈനീഷ്യം അല്ലെങ്കിൽ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടിന് ഒരു സിംഗിൾ ചേംബർ അല്ലെങ്കിൽ ഓവറി മാത്രമേ ഉള്ളൂ എങ്കിൽ യൂണിലോക്കുലാർ ആണ് എന്ന് പറയാം. 1 to many ovules in the locule. അപ്പോൾ ഈ ലോക്യൂളിൽ ഒന്നോ ഒന്നിൽ കൂടുതലോ ഓവ്യൂൾസ് കാണപ്പെടുന്നു. അപ്പോൾ ഈ ലോക്യൂളിൽ കാണപ്പെടുന്ന എന്താണ്? ഓവ്യൂൾസ് ആണ്. ഇനി യൂണിലോക്കുലാർ എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് എന്താണ്? ഗൈനീഷ്യം അല്ലെങ്കിൽ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടിന് ഒരു സിംഗിൾ ചേംബർ അല്ലെങ്കിൽ ഓവറി മാത്രമേ ഉള്ളൂ എങ്കിൽ അങ്ങനെയുള്ള ഗൈനീഷ്യത്തിന് യൂണിലോക്കുലാർ ആണ് എന്ന് പറയാം. ഇനി അടുത്ത ഫീച്ചർ എന്താണ്? പരേറ്റലാണ് ഓർ സംടൈംസ് ബേസലാണ് ഓർ സംടൈംസ് മാർജിനലാണ്. അപ്പം ഇതിൻ്റെ പ്ലസൻറ്റേഷനെ കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞത്. പരേറ്റൽ പ്ലസൻറ്റേഷൻ ഉണ്ട്, ബേസൽ പ്ലസൻറ്റേഷൻ ഉണ്ട്, മാർജിനൽ പ്ലസൻറ്റേഷൻ ഉണ്ട്. അപ്പം പരേറ്റൽ പ്ലസൻറ്റേഷൻ, ബേസൽ പ്ലസൻറ്റേഷൻ, മാർജിനൽ പ്ലസൻറ്റേഷൻ. പരേറ്റൽ പ്ലസൻറ്റേഷൻ എന്ന് പറയുന്നത് ഇസ് എ ടൈപ്പ് ഓഫ് പ്ലസൻറ്റേഷൻ ഇൻ സിൻകാർപ്പസ് ഗൈനീഷ്യം where the ovules develop on the inner wall of the ovary. ഓവറിയുടെ ഇന്നർ വോളിലാണ് ഓവ്യൂൾസ് ഡെവലപ്പ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഓൺ ഇറ്റ്സ് എക്സ്റ്റൻഷൻസ്, ഓവറിയുടെ എക്സ്റ്റൻഷൻ പോർഷൻസിലാണ് ഡെവലപ്പ് ചെയ്യുന്നതെങ്കിൽ, ഓർ ഓൺ ദ പെരിഫറൽ പാർട്ട്. അപ്പോൾ ഒന്നെങ്കിൽ പെരിഫറൽ പാർട്ടിലാകാം, അല്ലെങ്കിൽ ഓവറിയുടെ എക്സ്റ്റൻഷൻ പോർഷൻസിലാകാം, അല്ലെങ്കിൽ ഓവറിയുടെ ഇന്നർ വോളിലാകാം. അപ്പം ഓവറിക്ക് ഉള്ളിലുള്ള ആ ഇന്നർ വോളിലൊക്കെയാണ് ഓവ്യൂൾസ് ഡെവലപ്പ് ചെയ്യുന്നതെങ്കിൽ അത്തരത്തിലുള്ള പ്ലസൻറ്റേഷൻസിനെയാണ് പരേറ്റൽ പ്ലസൻറ്റേഷൻ എന്ന് പറയുന്നത്. ഇസ് എ ടൈപ്പ് ഓഫ് പ്ലസൻറ്റേഷൻ ഇൻ വിച്ച് സിൻകാർപ്പസ് ഗൈനീഷ്യം വേർ ദ ഓവ്യൂൾ ഡെവലപ്പ് ഓൺ ദ ഇന്നർ വോൾ ഓഫ് ദ ഓവറി ഓർ ഓൺ ഇറ്റ്സ് എക്സ്റ്റൻഷൻസ് or on the peripheral part. Such placentation is called as parietal placentation. Sometimes basal ആണെന്ന് പറഞ്ഞു. അതെങ്ങനെയാണ്? One or few ovules are attached to the base of an ovary. ഓവറിയുടെ ബേസിലായിട്ടാണ് ഓവ്യൂൾസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് എങ്കിൽ അത്തരം പ്ലസൻറ്റേഷനെ ബേസൽ പ്ലസൻറ്റേഷൻ എന്ന് പറയുന്നു. ഓവറിയുടെ ബേസിലായിട്ടാണ് ഓവ്യൂൾസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് എങ്കിൽ അത്തരം പ്ലസൻറ്റേഷനെ ബേസൽ പ്ലസൻറ്റേഷൻ എന്ന് പറയുന്നു. 1 or few ovules are attached to the base of an ovary. ബേസൽ പ്ലസൻറ്റേഷൻ. പരേറ്റൽ എന്ന് പറഞ്ഞാൽ പെരിഫറിൽ അല്ലെങ്കിൽ ഓവറിയുടെ വോൾസിലായിട്ടാണെങ്കിൽ പരേറ്റൽ പ്ലസൻറ്റേഷൻ എന്നും, ഓവറിയുടെ വാൾസിൽ അല്ലെങ്കിൽ പെരിഫറിയിലായിട്ടാണ് ഓവ്യൂൾസ് കാണപ്പെടുന്നതെങ്കിൽ പരേറ്റൽ പ്ലസൻറ്റേഷൻ എന്നും, ഓവറിയുടെ ബേസിലായിട്ടാണ് ഓവ്യൂൾസ് കാണപ്പെടുന്നതെങ്കിൽ ബേസൽ പ്ലസൻറ്റേഷൻ എന്നും. ഇനി മാർജിനൽ പ്ലസൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദി ഓവ്യൂൾസ് ആർ അറേഞ്ച്ഡ് ഇൻ 2 rows ഓൺ ദ മാർജിൻസ് ഓഫ് ദ ഓവറി. ഓവറിയുടെ മാർജിൻസിലായിട്ട് 2 റോയിലായിട്ടാണ് ഓവ്യൂൾസ് അറേഞ്ച് ചെയ്തിരിക്കുന്നതെങ്കിൽ അതിനെ മാർജിനൽ പ്ലസൻറ്റേഷൻ എന്നും പറയുന്നു. അപ്പോൾ ഇത് സിമ്പിൾ അല്ലേ? ഗൈനീഷ്യം അതിൻ്റെ ഫീച്ചറിൽ വരുന്ന പ്ലസൻറ്റേഷൻസ് പരേറ്റൽ, ബേസൽ, മാർജിനൽ. പരേറ്റൽ മീൻസ് ഓവറിയുടെ വോൾസിൽ അല്ലെങ്കിൽ അതിൻ്റെ എക്സ്റ്റൻഷൻസിൽ അല്ലെങ്കിൽ പെരിഫറൽ പാർട്ടിലൊക്കെയാണ് ഓവ്യൂൾസ് കാണപ്പെടുന്നതെങ്കിൽ അത്തരം പ്ലസൻറ്റേഷനെ പരേറ്റൽ പ്ലസൻറ്റേഷൻ എന്ന് പറയുന്നു. ഓവറിയുടെ ബേസിലാണ് ഓവ്യൂൾസ് അറേഞ്ച് ചെയ്തിരിക്കുന്നതെങ്കിൽ ബേസൽ പ്ലസൻറ്റേഷൻ എന്ന് പറയുന്നു. ഓവറിയുടെ മാർജിൻസിലായിട്ടാണ് 2 റോയിലായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഓവ്യൂൾസിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് എങ്കിൽ മാർജിനൽ പ്ലസൻറ്റേഷൻ എന്നാണ് പറയുന്നത്. ഇനി മറ്റ് ഫീച്ചേഴ്സ് കൂടെ നോക്കാം. സ്റ്റൈൽ, ഷോർട്ട് ഓർ ആബ്സെൻറ്റ്, സ്റ്റിഗ്മ സെസൈൽ, സിമ്പിൾ ഓർ ട്രൈ ലോബ്ഡ്. അപ്പോൾ ഇവിടെ കാണുന്ന സ്റ്റൈല് ഒന്നെങ്കിൽ ഷോർട്ടായിരിക്കും ഇല്ലെങ്കിൽ ആബ്സെൻ്റ് ആയിരിക്കും. സ്റ്റിഗ്മ സെസൈലാണ്. സ്റ്റിഗ്മ സെസൈലാണെന്ന് പറയാൻ കാരണം സ്റ്റിഗ്മ ഡസ് നോട്ട് ഹാവ് എ സ്റ്റൈൽ അറ്റാച്ചസ് ഡയറക്ട്ലി ടു ദ ഫ്ലവേഴ്സ് ഓവറി. സ്റ്റിഗ്മയ്ക്ക് സ്റ്റൈലില്ല, അതുകൊണ്ട് തന്നെ ഡയറക്റ്റായിട്ട് ഫ്ലവറിൻ്റെ ഓവറയിലേക്ക് ഡയറക്റ്റായിട്ട് തന്നെ അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്. സിമ്പിളാണ്, അതുപോലെ തന്നെ ട്രൈ ലോബ്ഡാണ്, 3 ലോബ്സോട് കൂടിയതാണ്. സ്റ്റൈൽ, ഷോർട്ട് ഓർ ആബ്സെൻറ്റ്, സ്റ്റിഗ്മ സെസൈൽ, ഡയറക്റ്റ് തന്നെ ഓവറയിലേക്ക് സ്റ്റിഗ്മ അറ്റാച്ച് ചെയ്തിരിക്കുന്നു. സിമ്പിൾ ഓർ ട്രൈ ലോബ്ഡ്, 3 ലോബ്സോട് കൂടിയതാകാം അല്ലെങ്കിൽ സിമ്പിളാകാം. ഇനി വൺസ് അഗെയിൻ ഗൈനീഷ്യം, കാർപ്പൽസ് ന്യൂമറസ്, അറേഞ്ച്ഡ് spirally on a raised receptacle, only 1 to 3 carpels in cyanthocalix, apocarpus superior, unilocular 1 to many,
ovules in the locule, parietal or sometimes basal or sometimes marginal, placentation, style short or absent, stigma sessile, simple or trilobed. Next, pollination and dispersal. Annonaceae ഫാമിലിയിൽ പോളിനേഷൻ നടത്തുന്നത് ബൈ ഫ്ലൈസ്, ഡിസ്പേഴ്സൽ ബൈ ബേർഡ്സ്, ബാറ്റ് ഓർ മാമൽസ്. Pollination generally by flies, dispersal by birds, mammals or bats. ഇനി നമുക്ക് അനോണേസിയ ഫാമിലിയിൽ വരുന്ന മെമ്പേഴ്സിൻ്റെയൊക്കെ ഫ്ലോറൽ ഫോർമുല, അതിൻ്റെ ഡയഗ്രാം കോമൺ ആയിട്ട് എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. ഈ പിക്ചർ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഫ്ലോറൽ ഫോർമുല പ്ലസ് ഫ്ലോറൽ ഡയഗ്രാം. ഇനി നമുക്ക് എക്കണോമിക് ഇമ്പോർട്ടൻസ് കൂടെ ഒന്ന് നോക്കാം. എക്കണോമിക് ഇമ്പോർട്ടൻസ്. അനോണ സ്കാമോസ ഫോർ ഇറ്റ്സ് എഡിബിൾ ഫ്രൂട്ട്സ്. ഇറ്റ്സ് ലീവ്സ് ആൻഡ് സീഡ്സ് ഹാവ് ഇൻസെക്ടിസിഡൽ പ്രോപ്പർട്ടീസ്. അനോണ സ്കാമോസ യൂസ് ചെയ്യുന്നത് അതിൻ്റെ ഫ്രൂട്ട് എഡിബിൾ ആയതുകൊണ്ടാണ്. അതിൻ്റെ ലീവ്സും സീഡ്സും ഒക്കെ ഇൻസെക്ടിസൈഡൽ പ്രോപ്പർട്ടീസ് കാണിക്കുന്നവയാണ്. പോളി ആൽത്തിയ ലോഞ്ചിഫോളിയ, പോളി ആൽത്തിയ പെഡ്യൂള ആർ grown for beautiful drooping green branches on roadsides and in gardens. ഗാർഡൻസിനെയൊക്കെ ഒന്ന് ഭംഗിയാക്കുന്നതിന് വേണ്ടിയാണ് പോളിയാൽത്തിയ ലോഞ്ചിഫോളിയും പോളിയാൽത്തിയ പെഡ്യൂളയൊക്കെ യൂസ് ചെയ്യുന്നത്. പോളിയാൽത്തിയ ലോഞ്ചിഫോളിയ വുഡ് ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് പെൻസിൽ ബോക്സസ്, മാച്ച് ബോക്സ് ഇൻഡസ്ട്രിയിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അനോണ സ്ക്വാമോസ അതിൻ്റെ ഉപയോഗം എന്താണ്? ഫോർ ഇറ്റ്സ് എഡിബിൾ ഫ്രൂട്ട്സ്. ഇറ്റ്സ് ലീവ്സ് ആൻഡ് സീഡ്സ് ഹാവ് ഇൻസെക്ടിസിഡൽ പ്രോപ്പർട്ടി. പോളിയാൽത്തിയ ലോഞ്ചിഫോളിയ, പോളിയാൽത്തിയ പെഡ്യൂള ആർ ഗ്രോൺ ഫോർ ബ്യൂട്ടിഫുൾ ഡ്രോപ്പിംഗ് ഗ്രീൻ ബ്രാഞ്ചസ് ആൻഡ് ഓൺ റോഡ് സൈഡ്സ് ആൻഡ് ഇൻ ഗാർഡൻസ്. പോളിയാൽത്തിയ ലോഞ്ചിഫോളിയ വുഡ് ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് പെൻസിൽ ബോക്സസ്, മാച്ച് ബോക്സ്. ആൻഡ് അസീമിന ട്രൈലോബ അതിൻ്റെ എഡിബിൾ ഫ്രൂട്ട്സ് ആണ് യൂസ് ചെയ്യുന്നത്. സൈലോപ്പിയ എത്തിയോപ്പിക്ക സബ്സ്റ്റിറ്റ്യൂട്ട് ടു ഇന്ത്യൻ ബ്ലാക്ക് പെപ്പർ. ഇന്ത്യൻ ബ്ലാക്ക് പെപ്പറിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് സൈലോപ്പിയ എത്തിയോപ്പിക്ക. സൈലോപ്പിയ പാർവിഫ്ലോറ മേക്കിംഗ് പ്ലൈവുഡ്. കണങ്ക ഒഡോറേറ്റ ബ്യൂട്ടിഫുൾ സ്വീറ്റ് സ്മെല്ലിംഗ് ഫ്ലവേഴ്സ് ആണ്. കണങ്ക ഒഡോറേറ്റയുടെ ബ്യൂട്ടിഫുൾ സ്വീറ്റ് സ്മെല്ലിംഗ് ഫ്ലവേഴ്സ് ആണ്. അതുപോലെ തന്നെ ഓയിൽ ഫ്രം ഫ്ലവർ യൂസ്ഡ് ഇൻ ഓയിൽ ഇൻഡസ്ട്രിയിൽ ഈ കണങ്ക ഒഡോറേറ്റയുടെ ഫ്ലവറിൽ നിന്നും ഓയിൽ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നുണ്ട്. ദ ലാസ്റ്റ് വൺ മെലോഗൈൻ പെനോസ ഈൽഡ് സ്ട്രോങ് ഫൈബർ, പേപ്പർ മേക്കിംഗ് ആൻഡ് കോർഡേജ്. അപ്പം മെലോഗൈൻ പെനോസയിൽ നിന്നുള്ള സ്ട്രോങ് ഫൈബേഴ്സ് പേപ്പർ മേക്കിങ്ങിനും കോർഡേജിനും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, അനോണേസിയ ഫാമിലിയെ സംബന്ധിക്കുന്ന എല്ലാ ഡീറ്റെയിൽസും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ കൊണ്ട് എന്തെങ്കിലും ഉപകാരമുണ്ടായാൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. അതുപോലെ നന്നായിട്ട് പഠിക്കുക. താങ്ക്